ഉറങ്ങിയാലും കുഴപ്പമില്ല, കൂർക്കം വലിക്കരുത്. പറഞ്ഞേ, കയ്യേന്ന് വിടാൻ പറഞ്ഞില്ല, പിടിക്ക്. അയ്യോ, നിങ്ങൾ അമ്മായിമ്മയും മരുമകളും ആണോ? നോക്ക്, അവരെ അടുത്തിരുന്ന് പിടിക്കുന്നില്ല കയ്യിൽ. ശരിക്കും ആത്മാർത്ഥമായിട്ടെന്ന് പറഞ്ഞ് ദയവായി ഉറങ്ങരുത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നേടണം. നമ്മുടെ കെട്ടുകളും നമ്മുടെ ബന്ധനങ്ങളും അഴിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിന് നമുക്ക് വിധേയപ്പെടാം. കർത്താവായ യേശുവേ, പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ഞങ്ങൾക്ക് അഭിഷേകം തരണമേ. കർത്താവായ യേശുവേ, പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ കൃപ കൊണ്ട് നിറയുവാൻ ഞങ്ങൾക്ക് അഭിഷേകം തരണമേ. കർത്താവായ യേശുവേ, ഈ മണിക്കൂറിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ആഴത്തിൽ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കൃപ നൽകണമേ. കർത്താവായ യേശുവേ, ഈ മണിക്കൂറിൽ ഞങ്ങളോട് വചനം പ്രഘോഷിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് പറയാത്ത ഒരു കാര്യങ്ങളും പറയുവാൻ ഇടയാക്കരുതേ. യേശുവേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാനങ്ങയെ സ്വീകരിക്കുന്നു. ഞാനങ്ങയെ ആരാധിക്കുന്നു. ഞാനങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നല്ലൊരു ഷെയ്ക്കാൻ്റെ കൊടുക്കാം. കയ്യെ പിടിച്ചിരിക്കുന്നയാൾക്ക് അയ്യോ, അവിഞ്ഞ ഷെയ്ക്കാൻ്റെ അല്ല, നല്ലൊരു ഷെയ്ക്കാൻ്റെ. തോളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരണം. അങ്ങനെ തന്നെ. അമ്മച്ചി എത്ര വയസ്സുണ്ട് അമ്മച്ചി? എത്ര അല്ലേ അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആള് എത്ര വയസ്സുണ്ട്? എഴുതേക്കണ്ട, കാണണ്ടാരും. എത്ര വയസ്സുണ്ടെന്ന്? എത്ര വയസ്സുണ്ട്? അല്ല, എത്ര? 62. ഭർത്താവ് 64. എത്ര മക്കളുണ്ട്? ആ പിള്ളേരെന്ത് ഇടികൊണ്ട് കാരണം ഒന്ന് ജീവിതത്തിൽ നല്ല പിന്നെ അതുപോലെ ഷെയ്ക്കാൻ്റെ കൊടുക്കണം. ആ അമ്മച്ചി കൊടുത്ത പോലെ നല്ല തോള് പറയുന്ന ഷെയ്ക്കാൻ്റെ വേണം കൊടുക്കാൻ. ആ കെട്ടിയോൻ്റെ കാര്യം കട്ട പുകയായിരിക്കും. വന്നിട്ടുണ്ടോ ചോട്ടൻ? അപ്പോൾ ഏതായാലും പ്രിയമുള്ളവരെ, സത്യത്തിൽ പരിശുദ്ധാത്മാവ് ഒരാൾക്ക് ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ, ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം അവർ രണ്ടുപേരും വർത്തമാനം പറയുക. പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുകയുള്ളൂ? സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ. സത്യത്തിൽ നമ്മളൊക്കെ ആരാന്നറിയാവോ? നമ്മളൊക്കെ ആരാച്ച നമ്മളെല്ലാവരും പറയും എനിക്ക് യാതൊരു വിലയും ഇല്ല. പക്ഷെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്നെ ആർക്കും വേണ്ട, ഞാനൊരു ഭാരവാ. ശരിക്കും ഞാൻ ഓർക്കാം, എൻ്റെ 24 വയസ്സിന് മുമ്പ് ഞാനും ചിന്തിച്ചിരുന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്നെ ആർക്കും വേണ്ട, ഞാൻ ഈ ഭൂമിക്കൊരു ഭാരം, എത്രയും പെട്ടെന്ന് ആത്മഹത്യ ചെയ്തേക്കാം, എങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഏതായാലും 24-ാമത്തെ വയസ്സിൽ എനിക്കൊരു കാര്യം തീർച്ചയായി, ഞാൻ ഈ ഭൂമിയിൽ ഒരു വിലയുള്ളവനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പം എനിക്കൊരു മനസ്സിലായി, ഈ ഭൂമിയിൽ ദൈവത്തിന് എന്നെക്കൊണ്ട് ആവശ്യം ഉണ്ട്. ഞാൻ എൻ്റെ കഥ പറഞ്ഞു തുടങ്ങാം. 24 വയസ്സുവരെ ദൈവം ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഞാൻ. പക്ഷേ നല്ലൊരു കുടുംബത്തിൽ, യാക്കോബായ കുടുംബത്തിൽ, അച്ഛന്മാരും റമ്പാച്ചന്മാരും ഒക്കെയുള്ള വലിയ കുടുംബത്തിൽ പിറന്ന ഒരു തറവാടിയായ മനുഷ്യനായിരുന്നു ഞാൻ. പക്ഷേ
13-ാമത്തെ വയസ്സിൽ എൻ്റെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. 13-ാമത്തെ വയസ്സിൽ ദൈവവിശ്വാസം നഷ്ടപ്പെട്ട് ഞാൻ പിന്നീട് പഠിച്ചത് മാർക്സിസമായിരുന്നു. മാർക്സിസമൊക്കെ പഠിച്ച് നല്ല പക്കയായിട്ട് എൻ്റെ കയ്യിൽ ഒരാളെ കിട്ടിയാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ അവനെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാക്കി മാറ്റും. അതുപോലെ മാർക്സിസമൊക്കെ പഠിച്ചു. ഏതായാലും കൊള്ളാം. കൊച്ചേ ബാ, ഇവിടെ കസേരയുണ്ട്, ബാ. മാർക്സിസമൊക്കെ പഠിച്ച് ഞാനിങ്ങനെ പിന്നെ ഇരിക്കുന്ന സമയത്ത് മാർക്സിസമൊക്കെ പഠിച്ച് MG യൂണിവേഴ്സിറ്റി യൂണിയൻ SFIയുടെ കൗൺസിലറായിട്ടൊക്കെ അടിച്ച് തകർത്ത് ജീവിച്ച ഒരു സമയം, അടിച്ച് തകർത്ത് ജീവിച്ചിരിക്കുന്ന ഒരു സമയത്താണ് 24-ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ അമ്മ പിന്നെ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ ഗാങ്ങിലുണ്ടായിരുന്ന ഒരു പയ്യനാണ്. എനിക്ക് സ്വന്തമായിട്ട് 56 കൂട്ടുകാരും എല്ലാവിധ സെറ്റപ്പുകളും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത രീതികളൊക്കെ അങ്ങനത്തേതായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇഷ്ടം പോലെ പണമുണ്ട്. അങ്ങനെ ഈ സമയത്ത് ഞങ്ങളുടെ അമ്മ വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ ഖജാഞ്ചിയാണ്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഗായങ്ങളുണ്ടായിരുന്ന ഒരു പയ്യൻ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ധ്യാനം കൂടിയിട്ട് തിരിച്ചു വന്നിട്ട് അവൻ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടയിൽ ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ വാളാടിയിൽ സക്കറിയ തേറാമ്പിൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഒരു ധ്യാനം നടത്തുന്നുണ്ട്. ആ ധ്യാനത്തിന് പോയി എല്ലാവരും പങ്കെടുക്കണം. അത് യുവതി യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനമെന്ന് പറഞ്ഞു. അപ്പോൾ 24 വയസ്സ് വരെ എന്നെക്കൊണ്ട് പൊറുതി മുട്ടിയ എൻ്റെ വീട്ടുകാർ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ അമ്മ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, കൊച്ചേ, ഒരു ധ്യാനം അവിടെ നടക്കുന്നുണ്ട്, യുവതി യുവാക്കളുടെ ധ്യാനമാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇഷ്ടംപോലെ ആൺപിള്ളാരും വരും പെൺപിള്ളാരും വരും, അതുകൊണ്ട് നല്ല അടിച്ചു പൊളിച്ചുള്ള ഒരു ജീവിതമാണ്, അതുകൊണ്ടൊന്ന് പോയി കൂടുന്ന നല്ലതാണ്. ഞാൻ പറഞ്ഞു, ആദ്യം അമ്മ പോവും, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, പോകാം. അതിനുശേഷം എന്നോട് പറഞ്ഞു, കൊച്ച് ഒരു ദിവസം പോയിട്ട് തിരിച്ചു വന്നാലും കുഴപ്പമില്ല, ഒന്ന് പോകുന്നത് നല്ലതായിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം എനിക്ക് ആ സമയത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും കൊള്ളാം, എന്നെയും എൻ്റെ അനുജനെയും ധ്യാനത്തിന് ബുക്ക് ചെയ്തു. ഏതായാലും ഈ ധ്യാനത്തിൻ്റെ തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഉണ്ടായൊരു സംഭവം, വലിയൊരു പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ട് ഞങ്ങളുടെ ശരിക്കും വീടെന്ന് പറയുന്നത് കട്ടപ്പന വള്ളക്കടവിലായിരുന്നു. അവിടെ പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി എസ്റ്റേറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു തോട്ടത്തിൽ ആണ് ഞങ്ങളുടെ വീടൊക്കെ. അപ്പോൾ ഏതായാലും കൊള്ളാം, അന്ന് ഒരു മരം കടപുഴകി വീണ് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലേക്ക് വീണു. പക്ഷേ ആർക്കും ഒരു പോറൽ പോലും ഉണ്ടായില്ല. വീട് ഭാഗികമായിട്ടൊക്കെ തകർന്നു പോയി. അപ്പോൾ ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഏതായാലും ധ്യാനം ബുക്ക് ചെയ്തിട്ടുണ്ട്, കൊച്ചു പൊക്കോളാൻ പറഞ്ഞു ധ്യാനത്തിന്. അങ്ങനെ ഏതായാലും ഞാൻ ധ്യാനത്തിന് വന്നിരുന്നു. ധ്യാനത്തിന് വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കണ്ണെടുത്താൽ കാണാൻ മേലാത്ത സാധനങ്ങളാണ്. ആരാന്നറിയാവോ? കറക്റ്റ്, കൊടുകൈ. അതിങ്ങനത്തെ ആ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കെൻ്റെ ജീവിതത്തിൽ ആണ്ടൊരു അമ്മച്ചി എഴുന്നേറ്റ് നോക്കുന്നു. അമ്മച്ചിയുടെ മകനാണോ ഫ്രണ്ടിൽ ഇരിക്കുന്നത്? നോക്കണേ, ഏതായാലും കൊള്ളാം. നോക്കണേ അമ്മച്ചിയുടെ ഒരു പരവേശം. ഏതായാലും കൊള്ളാം. ശരിക്കും സഹോദരങ്ങളെ, ഈ ധ്യാനത്തിന് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണ് അച്ഛന്മാർ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സമയത്ത് അച്ഛൻ വന്നാൽ അത് എന്തിനു വരുന്ന പറ. അപ്പം ഇവിടെ അങ്ങനെ തന്നെയാണ്. എൻ്റെ അച്ഛ ഈ പള്ളി നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല കണ്ടോ, പിരിവിനാണ്. എന്നിട്ട് ഇടയ്ക്ക് മൈക്കെടുത്ത് പറയും, ആരോടും ഒന്നും ചോദിച്ചിട്ടുമില്ല, ആരുടെ ഒന്നും വേണ്ടതാനും. ഇതേ സ്വഭാവം തന്നെയായിരുന്നു ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും. ഏതായാലും കൊള്ളാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷത്തിൽ ഞങ്ങളുടെ വീട്ടിൽ 3 പ്രാവശ്യം അച്ഛന്മാർ വരും. വരുന്നത് എന്തിനാണെന്നറിയാവോ? പിരിവിന്. അപ്പം ഞാൻ വിചാരിച്ചു വേറെ പണിയൊന്നുമില്ലേ. അപ്പോൾ ഞാൻ ഞങ്ങളുടെ അച്ചായനോട് പറയും, ദൈവത്തെ ഓർത്ത് എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. പക്ഷേ ഞങ്ങളുടെ അപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭക്തനാണ്. അച്ഛൻ 1000 ചോദിച്ചാൽ ഞങ്ങളുടെ അച്ചായൻ 5000 കൊടുക്കും. അങ്ങനത്തെ സാധനമാണ്. കാരണം അപ്പൻ്റെ ജീവിതത്തിൽ ഒത്തിരി ദൈവാനുഭവങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പറയുമ്പോഴും അച്ചായൻ പറയും, എൻ്റെ കൊച്ചെ നീ നിൻ്റെ പണി നോക്കാൻ പറഞ്ഞ് എന്നെ പറഞ്ഞു വിടും. അങ്ങനെ ഞാനിങ്ങനെ, പക്ഷേ നിങ്ങളെപ്പോലൊന്നുമല്ല. നിങ്ങളെപ്പോലെ ഇവിടെ ഇങ്ങനെ ധ്യാനത്തിന് ഇരിക്കാൻ പറഞ്ഞാലൊന്നും ഞാൻ ഇരിക്കുന്ന പാർട്ടിയൊന്നുമല്ല. എനിക്ക് ഒരു മനുഷ്യനെ കണ്ട് ബോധ്യപ്പെടണം എന്ന് പറഞ്ഞാൽ, ഞാനും ഈ തൈപ്പറമ്പിൽ അച്ഛനോടെ ധ്യാനം കൂടാൻ പോയിട്ടുണ്ട്. ഒത്തിരി കാലം മുമ്പ് ഞങ്ങളുണ്ട് ഒന്നിച്ചൊരു ധ്യാനം കൂടാൻ പോയിട്ടുണ്ട്. പിന്നെ കാര്യം അച്ഛൻ വലിയ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും അച്ഛൻ്റെയൊക്കെ പ്രത്യേകത ഏറ്റവും ഫ്രണ്ടിൽ പോയി എന്ത് ചെയ്യും, ഇങ്ങനെ ഇരിക്കും. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരിടത്ത് ചെന്നാൽ ഫ്രണ്ടിലൊന്നും പോയി ഇരിക്കത്തില്ല. അതെൻ്റെ ജീവിതത്തിൽ കിട്ടിയൊരു കൂട്ടാണ്. ഞാൻ എവിടെയെങ്കിലും പുറകിൽ പോയി പമ്മിയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, മൊത്തത്തിൽ എല്ലാത്തിനെയും ഒന്ന് ഒബ്സർവ് ചെയ്യും. പിന്നെ അടുക്കള മുതൽ അരങ്ങ് വരെ മുഴുവൻ ഒബ്സർവ് ചെയ്തിട്ട്
എനിക്ക് കൊള്ളാമെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, അവിടെ ഇരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ സ്ഥലം വിടും അവിടുന്ന്. അങ്ങനത്തെ ഒരു പാർട്ടിയാണ്. ഇപ്പോൾ എനിക്ക് കുറേ വ്യത്യാസമൊക്കെ വന്നിട്ടേ ഉള്ളൂ. ഏതായാലും കൊള്ളാം. ശരിക്കും സഹോദരങ്ങളെ, ഞാൻ ഈ ധ്യാനത്തിന് ചെന്നപ്പം ഇതുപോലെ അച്ഛന്മാർ ഭയങ്കര പ്രസംഗമൊക്കെ ആയിട്ട് വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളാം, നല്ല കീറാണ് അണ്ണന്മാർ കീറുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ജീവിതം ഉണ്ടോ എന്നും കൂടെ നോക്കണ്ടേ. എൻ്റെ പ്രത്യേകത, ഞാൻ എന്നിട്ട് ശരിക്കും 9:30 കഴിഞ്ഞ് ഈ നമ്മുടെ ഈ വടക്കംപറവൂർ പോലത്തെ പള്ളിയൊന്നുമില്ല, ചെറിയൊരു ഷെഡ് പോലത്തെ ഒരു പള്ളി, വലിയ സൗകര്യമൊന്നുമില്ല. 85ഓളം പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് ഈ പിള്ളേരെ എല്ലാം ഓരോരുത്തർത്ത് കൊണ്ട് കിടത്താനൊക്കെ തത്രപ്പാട് പെടുന്ന 2-3 കൊച്ചച്ചന്മാർ. അതിനുശേഷം ഞാൻ കണ്ടു ഇതുങ്ങൾക്കെല്ലാം കഞ്ഞി കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് പിന്നെ പാത്രത്തിൽ കഞ്ഞിയൊന്നുമില്ല, ഭക്ഷണമൊന്നുമില്ല. ഇതുങ്ങൾ എന്ത് ചെയ്യുന്നു? പട്ടിണി. അതിനുശേഷം ഞാനിങ്ങനെ കണ്ടു അവരെന്ത് ചെയ്യുന്നു, പിന്നെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും ഇതുങ്ങൾ മുട്ടുകുത്തി നിൽക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു അച്ഛൻ മുട്ടുകുത്തുന്നത് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. ഏതായാലും കൊള്ളാം. ഇവരുടെ പ്രാർത്ഥനയും പിന്നീട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ജനലിൻ്റെ സൈഡിൽ നിന്ന് ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ഇവരോട് ഒത്തിരി അങ്ങ് അറ്റാച്ച്മെൻറ്റ് തോന്നി. സത്യത്തിൽ ഞാൻ യേശുവിനെ ഒന്നുമല്ല സ്നേഹിച്ചേ, ഞാൻ ഇവരുടെ പല രീതികളുണ്ട്. പിറ്റേ ദിവസം ഞാൻ കണ്ടു ഒരച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വേറൊരച്ഛൻ പിന്നെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക. ഒരച്ഛൻ വചനം പ്രഘോഷിക്കുമ്പോൾ അടുത്ത അച്ഛൻ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന മാത്രം ലക്ഷ്യമാക്കിയുള്ളൂ. അന്നേരമാണ് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. അതിനുശേഷം ഞാൻ കണ്ടു അവർ വചനം പ്രഘോഷിക്കുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയങ്ങളെല്ലാം ഉരുകുന്നു. ഞാൻ അന്നിങ്ങനെ വചനം കേട്ട് ശരിക്കും സഹോദരങ്ങളെ, 3-ാമത്തെ ദിവസം ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഇവർ പറഞ്ഞതിൽ എല്ലാത്തിനും എനിക്ക് PhD ഉണ്ട്. ഒരു പാപമെടുത്താൽ ആ പാപത്തിൽ 5-6 PhD ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. 10 കൽപ്പനകൾ എടുത്താൽ അതിനകത്ത് എല്ലാത്തിലും PhD എനിക്കുള്ളത്. ഏതായാലും കൊള്ളാം. ഞാനിങ്ങനെ വിചാരിച്ചു ഇനി എന്നാ ചെയ്യും. അങ്ങനെ സമയത്താണ് കുമ്പസാരത്തിൻ്റെ ക്ലാസ്സിൽ കേട്ടു, ഇതെല്ലാം കുമ്പസാരിച്ചാൽ നീ ഒരു പുതിയ സൃഷ്ടിയായി മാറും. ഞാനങ്ങനെ ഒരു 200 പേജിൻ്റെ ബുക്കെടുത്ത് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി. എഴുതി ഞാൻ എന്നിട്ട് ഒരു അച്ഛനെ കണ്ടുപിടിച്ച് ഒരു 3.5 മണിക്കൂർ നിന്ന് ഒരു നല്ല കുമ്പസാരമൊക്കെ എടുത്തു. ഒരു 3.5 മണിക്കൂർ എന്നുള്ള കുമ്പസാരം നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ എൻ്റെയും ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കുമ്പസാരിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയൊരു വെളിച്ചമായിരുന്നു. അല്ല, ഡീറ്റെയിൽ ആയിട്ടൊരു കുമ്പസാരമൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചു പോന്ന് അന്ന് വൈകിട്ട് എനിക്കൊരു വലിയ ദൈവാനുഭവം ഉണ്ടായി. ആ ദൈവാനുഭവമാണ് ഞാൻ വെറുത്ത കുപ്പായം എന്നിടാൻ കാരണം. സത്യത്തിൽ ലാസ്റ്റ് പിന്നെ ഭിത്തിയുടെ സൈഡിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു വൈകിട്ട് ആരാധനയുടെ സമയത്ത് ഒരു പെൺകുട്ടി കയ്യിലൊരു കൊച്ചിനെയുമായിട്ട് ഇറങ്ങി വരുന്നു മദ്ബഹായിൽ നിന്ന്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ കണ്ടു ഫോട്ടോയിൽ മാത്രം കണ്ട ഒരു കന്യകമറിയാം, അവളുടെ കയ്യിൽ ഇരിക്കുന്നു യേശു. ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പിന്നെ അമ്മ വന്നിട്ട് അടുത്ത കൈക്ക് എന്നെയും കൂടി ഇങ്ങ് കോരിയെടുത്തു. സത്യത്തിൽ ഈ കോരിയെടുത്ത് ഏറ്റവും ഫ്രണ്ടിലത്തെ റോയിൽ കൊണ്ട് എന്നെ നിർത്തി. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഏറ്റവും ഫ്രണ്ടിൽ ആദ്യമേ ഞാൻ അവിടെ ഈ അച്ഛൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ജീവിതത്തിൽ വലിയൊരു ദൈവാനുഭവമായിരുന്നത്. ശരിക്കും ഞാൻ ഓർക്കുക, എൻ്റെ പേരിൽ ഒത്തിരി കേസുകളുണ്ടായിരുന്നു, ഒത്തിരി പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. സത്യത്തിൽ ഞാൻ ധ്യാനം കൂടുന്നതിന് 3 മാസം മുമ്പ് ഞങ്ങളുടെ ഒരു എസ്റ്റേറ്റ് ഒരു ഗ്രൂപ്പ് കയ്യേറിയപ്പോൾ ഞാൻ ചെയ്തത് ഒരു വാളെടുത്ത് അവനോട് ഒരു വെട്ട് കൊടുത്തിട്ട് അവൻ്റെ തല 18 വെട്ടുണ്ടായിരുന്നു അവൻ്റെ തലയ്ക്ക്. എന്ന് പറഞ്ഞാൽ അവൻ്റെ തലയെല്ലാം പൊളന്ന് പോയതാ. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അവൻ മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരുത്തനെ ഞാൻ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒരു ചവിട്ടങ്ങോട്ട് പിടിച്ചിട്ട് ഒരു കാലിങ്ങോട്ട് വലിച്ചിട്ട് അടുത്ത കാല് വലിച്ചു പറിച്ചു, എന്നിട്ട് ഒരു ഏറ് വെച്ച് കൊടുത്തു. അവനും മരിച്ചില്ല. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ ഒരു തലത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന്. ഏതായാലും ഞാൻ വർഷങ്ങൾക്ക് ശേഷം ശാന്തവും സ്വസ്ഥവുമായിട്ട് ഒന്ന് കിടന്നുറങ്ങി. അന്ന് എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് സ്പർശിച്ചാൽ ഉറക്കുകൊള്ളികയില്ലാതെ എന്ത് ചെയ്യാം? കിടന്നുറങ്ങാം. ശരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു മുമ്പൊക്കെ 4-5 ഉറക്കഗുളിക കഴിച്ചാലും 2.5-3 മണിക്കൂർ കൂടുതലൊന്നും ഞാൻ ഉറങ്ങുകയില്ലായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി, വളരെ സ്വസ്ഥവും സമാധാനവും കിട്ടിയാൽ വളരെ ശാന്തമായിട്ട് ഉറങ്ങാം. അന്ന് ആ ദിവസത്തിന് ശേഷം പിറ്റേ ദിവസം ഞാൻ മനസ്സിലാക്കി, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാന്നറിയാവോ? ഈ ഭൂമിയിലെ
ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാന്നറിയാവോ? പറ. യേശുവിനെ സ്വന്തമായി കിട്ടിയാൽ അവനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അഥവാ മനസ്സിന് സുഖം കിട്ടിയാൽ അവനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഞാൻ പറയാ, ഇവിടെ ഇരിക്കുന്ന 500 പേരോട് ഞാൻ പറയും, നമുക്കാർക്കും എന്ത് സുഖമില്ല, എന്ത് സുഖമില്ല, മനസ്സിന് സുഖമില്ല. പക്ഷെ ഞാൻ സത്യത്തിൽ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം ഞാനങ്ങ് അനുഭവിച്ചു. ശരിക്കും ഇത് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഞാൻ ഓർക്കുക, ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ശരിക്കും രാജാവായിട്ട് തന്നെയാണ്. ഞാൻ ഒറ്റ പരീക്ഷ പോലും പഠിച്ചെഴുതിയിട്ടില്ല. എനിക്ക് പരീക്ഷയുടെ തലേ ദിവസം കിട്ടും എല്ലാ വിഷയത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ SFIയുടെ കൗൺസിലറായിരുന്നു. പക്ഷേ അങ്ങനെ ഏതൊരു വിഷയത്തിൻ്റെ എന്തെയും കിട്ടുമായിരുന്നു. അത്രയ്ക്ക് രാജകീയമായിട്ടായിരുന്നു ജീവിച്ചോണ്ടത്. പക്ഷേ ഞാൻ മനസ്സിലാക്കി, ഇതുകൊണ്ടൊന്നും എന്തില്ല, ഒരു നേട്ടവുമില്ല. കുറേ കള്ള സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ. ഏതായാലും കൊള്ളാം, ഞാൻ പിന്നീട് എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുത്തു. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് ഞാൻ ഓർക്കുക, ശരിക്കും എൻ്റെ 24-ാമത്തെ വയസ്സ് വരെ, എൻ്റെ 8-ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ MDയുടെ കസേരയിലിരുന്ന ആളാണ് ഞാൻ. ഞങ്ങൾക്ക് 5 ബിസിനസ് ഉണ്ടായിരുന്നു. ഒരു ജൗളിക്കടയുണ്ടായിരുന്നു, ഒരു പലചരക്ക് കടയുണ്ടായിരുന്നു, ഒരു ബേക്കറി ഉണ്ടായിരുന്നു, ഒരു ബ്ലേഡ് കമ്പനി ഉണ്ടായിരുന്നു, തമിഴ്നാട് മുഴുവൻ തടിക്കച്ചവടം ഉണ്ടായിരുന്നു. ഇങ്ങനെ 5 പ്രസ്ഥാനങ്ങളും അതിനപ്പുറത്ത് ഇഷ്ടം പോലെ ഏലത്തോട്ടങ്ങളും ഉണ്ടായിരുന്ന മനുഷ്യനാണ്. 13 ഇടത്തുണ്ടായിരുന്നു എൻ്റെ പേരിൽ വസ്തു. അവസാനം തമ്പുരാനെ കെട്ടിയപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയൊരു മനുഷ്യനാണ് ഞാൻ. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി, യേശു ക്രിസ്തു ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. ശരിക്കും ഞാൻ മനസ്സിലായി, ധനവാൻ സ്വർഗരാജ്യത്തിൽ പോണേൽ ഒത്തിരി വലിയ പാടുണ്ടെന്നുള്ള തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തമ്പുരാൻ ഒരു വലിയ വെളിച്ചം തന്നു. ഞാൻ ഓർക്കുക, ഞാൻ വെട്ടിയവന് ഞാൻ എൻ്റെ എസ്റ്റേറ്റ് ഞാൻ ഫ്രീ ആയിട്ട് എഴുതി കൊടുത്തിട്ട് ഇറങ്ങിപ്പോന്ന മനുഷ്യനാകും. 13 വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം ഞാൻ അവനെ കണ്ടപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച എന്നാണെന്നറിയോ? ഞാൻ എഴുതി കൊടുത്തതും അവൻ്റേത് പോയി, അവൻ ഉണ്ടായിരുന്നതും പോയി. 13 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുമ്പം കണ്ട കാഴ്ചയാ, ഞാൻ എഴുതി കൊടുത്തതും അവൻ്റേത് പോയി, അവൻ ഉണ്ടായിരുന്നത് മുഴുവൻ അവൻ്റേത് പോയി. എന്നിട്ട് അവനിങ്ങനെ ചോദിച്ചു നടക്കുക, ഒരു 100 രൂപ തരാവോ? ഞാൻ ഓർക്കുക, 13 വർഷത്തിന് ഇപ്പുറം എത്രയോ രാജ്യങ്ങളിൽ ഞാൻ പോയി. പിന്നെ 10,000 കണക്കിന് മേഖലകളിൽ പരിശുദ്ധാത്മാവിനെ കൂട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ മനസ്സിലാക്കണം, യേശുവിനെ കിട്ടിയാൽ നമുക്കെല്ലാം കിട്ടി. യേശു ക്രിസ്തുവിനെ കിട്ടിയില്ലെങ്കിൽ എന്നാ കിട്ടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല സഹോദരങ്ങൾ. ക്രിസ്തുവിനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ എന്നാ കിട്ടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല. ആട്ടെ, ചോദിക്കട്ടെ, യേശു ഉണ്ടോ നമ്മുടെ കൂടെ? ഇനിയാണ് പണി തുടങ്ങാൻ പോകുന്നത്. ഇനിയാണ് അച്ഛൻ പേടിച്ച കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. യേശു ഉണ്ടോ ആൻറ്റി നമ്മുടെ കൂടെ? എന്നാ ഉറപ്പ്? ഉണ്ടോ അച്ചായ യേശു നമ്മുടെ കൂടെ? നമ്മൾ വിളിക്കുന്നിടത്തൊക്കെ പുള്ളിക്കാരൻ വരാറുണ്ടോ? ആണ്ടൊരു അമ്മച്ചി അവിടെ ഇരുന്ന് ഉറങ്ങുന്നു. ഹായ് അമ്മച്ചിയെ, കസേര ഉവ. അപ്പോൾ ഉണ്ടോ? നമ്മൾ വിളിക്കുന്നിടത്തൊക്കെ പുള്ളി വരാറുണ്ടോ? നമ്മളെ ദൈവം എങ്ങനെയാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചേ? ഒരപ്പച്ചൻ ഫ്രണ്ടിൽ ഇരുന്ന് പറയാണ്, ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചത്. ഞാൻ അങ്ങനെയാണോ ചോദിച്ചേ? എങ്ങനെയാണ് ദൈവം ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചത്? എങ്ങനെയാണ് സൃഷ്ടിച്ചേ? ആദ്യം ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ആരെയാ? ഒരിക്കലും ഇനി ആരോട് അങ്ങനെ പറയരുത്. ഉൽപ്പത്തി പുസ്തകം, ഇതാണ് നമ്മളെല്ലാവരും ഇപ്പം ചില പള്ളിയിലൊക്കെ ഉണ്ട് ബൈബിള് വായന മത്സരം. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വായിച്ച് തീർക്കുന്നു. ഇതാണ് പല പള്ളിയുടെയും പ്രത്യേകത. ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? ബൈബിള് വളരെ ശാന്തമായിട്ടെടുത്ത് വായിക്കണം. അതിനകത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആദ്യം ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ഒരു മനുഷ്യനെയാ. ആരെയാ? ഒരു മനുഷ്യനെയാ. അത് കഴിഞ്ഞിട്ട് ആ മനുഷ്യനെ ദൈവം എന്നാ പേര് വിളിച്ചു? ആദാം എന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഓർക്കണം, ആ മനുഷ്യനിൽ നിന്ന് അവൻ ഒരാളെയും കൂടെ എന്ത് ചെയ്തു?
വേർപെടുത്തി. അവരാണ് ആര്? ഞാൻ ചോദിച്ചതൊന്നുമല്ല, ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? എങ്ങനെയാണ് സൃഷ്ടിച്ചേ? ഉൽപ്പത്തി പുസ്തകം 1:26, അവൻ തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും എന്ത് ചെയ്തു? എന്നെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചെന്നല്ല, എന്നെ സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രൂപത്തെ നോക്കിയിട്ട് നാട്ടുകാരെന്നാ വിളിക്കണം? എന്നാ വിളിക്കണം? പറ. ആരെങ്കിലും ഇന്നേ വരെ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മളെ ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി ധ്യാനിക്കാൻ വന്നു. ഉടനെ അമ്മച്ചി എന്നോട് പറയാ, ദുഷ്ടൻ, വഞ്ചകൻ, കാലമാടൻ, പിന്നെ പറഞ്ഞ പേര് പറയുന്നില്ല, ഇവൻ്റെയൊക്കെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നറിയാവോ? ആരെക്കുറിച്ചായിരിക്കും പറഞ്ഞേ? അയ്യോ, നിങ്ങളുടെ കെട്ടിയവനും ആ ഗണത്തിൽ പെട്ടതാണോ? നോക്കട്ടെ, ഞാൻ ഇതാരാന്ന് പറഞ്ഞില്ല. ഇവിടെ ഇരുന്ന് ചില ആൻറ്റിമാർ പറയുക ഭർത്താവിനെ കുറിച്ചാണ്. വന്നിട്ടുണ്ടോ അവരെ? ദുഷ്ടൻ, വഞ്ചകൻ, കാലമാടൻ, ഇനി പിന്നെ നമ്മൾ വിളിക്കുന്ന പേര് വേറെ ആണോ? കണ്ടോ? അപ്പോൾ നിങ്ങൾ ഇവർക്ക് കഞ്ഞി കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങളുടെ പേരാണ് കേട്ടത്. എന്താണ്? കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ പറഞ്ഞു, ഞാൻ അച്ഛാ ഒരു താടകയുടെ കൂടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ കെട്ടിയോടെ പേരെന്നാ? അയാളുടെ മനസ്സിൽ കയറിയിരിക്കുന്ന സാധനമാണ് എന്ത്? കഴിഞ്ഞ ദിവസം വേറൊരു മനുഷ്യൻ പറഞ്ഞു, അച്ഛാ എൻ്റെ ഭാര്യ അവൾ ആരാന്നറിയോ? ഒരു പൂതനയാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരുടെ ഒന്നും ജീവിതത്തിൽ, പിന്നെ ഈ ഭാര്യയുടെ ജീവിതത്തിൽ ഭർത്താവോ, ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഈ ഭാര്യയോ ആരല്ല. ഞാൻ കാര്യം വലിയ സംഭവങ്ങളായിരിക്കും പറയുന്നത്. ഇടയ്ക്ക് ഞാൻ ഈ തമാശകൾ പറയുന്നതുകൊണ്ട് നിങ്ങൾ ആ വലിയ കാര്യങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പം വിട്ടുപോയി എന്ന് പറയും. പക്ഷേ നമ്മൾ ഓർക്കണം, ഇവരുടെ ജീവിതത്തിൽ, ഈ ഭാര്യയുടെ ജീവിതത്തിൽ ഭർത്താവ് ആരല്ല? ദൈവമല്ല. ഈ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഭാര്യയോ? ദൈവമല്ല. സത്യത്തിൽ ഒരു കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നതിൻ്റെ പിന്നിലത്തെ കാരണം ആര് തന്നെയാണ് സഹോദരങ്ങളെ? നമ്മൾ പറയും, മറ്റേ എന്നാ പുള്ളിക്കാരൻ്റെ പേരെന്നാ, അവനാണ് ഞങ്ങളെ പണി പറ്റിച്ചത്. ആര്? കറക്റ്റ്. എനിക്കറിയാൻ മേലഞ്ഞിട്ടല്ല ഞാൻ പറയാതിരുന്ന. ഏത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ പറയും, ആരാ പണി പറ്റിച്ചേ? സാത്താൻ. സത്യത്തിൽ ആ പുള്ളിക്കാരൻ ഒത്തിരി അകലെയാണ് നിൽക്കുന്നേ. പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്ന ആരാന്നറിയോ? നമ്മളല്ല. അതിപ്പോൾ ഞാനും ഉത്തരവാദിയാവും. ഓരോരുത്തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആര് തന്നെയാണ്? അവനവൻ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഓരോരുത്തരും നന്നായാൽ അവനവൻ്റെ ജീവിതം എന്തു ചെയ്യും? അവനെന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ 29 വയസ്സായി അച്ഛാ, ഇവനെ ഒന്ന് നന്നാക്കാൻ പഠിച്ച പണിയും നോക്കിയിട്ട് നടക്കുന്നില്ല. ഇനി ഒരു കല്യാണം കഴിപ്പിച്ചിട്ട് വേണം ഇവനെ എന്ത് ചെയ്യാൻ, നന്നാക്കാൻ. ഞാൻ പറഞ്ഞു, പൊന്ന് അമ്മച്ചി, ദൈവത്തെ ഓർത്ത് നന്നാകാൻ വേണ്ടി ഇവനെ എന്ത് ചെയ്യരുത്. പലതിനെയും കെട്ടിവെച്ചത് എന്തിനു വേണ്ടിയാ? നന്നായോ? എന്നിട്ട് നന്നായോ? ശരിക്കും നമ്മൾ ഓർക്കണം, നന്നാകാൻ വേണ്ടി ഒരുത്തനെ കൊണ്ടും എന്ത് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നന്നാകാൻ വേണ്ടി ഒരുത്തിയെ കൊണ്ടും എന്ത് ചെയ്യരുത്? കല്യാണം കഴിപ്പിക്കരുത്. കേട്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ആദ്യത്തെ ആരംഭത്തിൽ തിരിച്ചറിവ് വരണം, ഞാൻ ആരാണ്? പറ. ആണോ? അങ്ങനെയാണെ അടുത്തിരിക്കുന്ന ആളുടെ കയ്യേലൊന്ന് പിടിച്ചിട്ട് പറയാവോ? ഓ ദൈവമേ നന്ദി ഒന്ന് പറയാവോ? പറ. കണ്ടോ? ബോധ്യം കിട്ടിയില്ല. പിടിക്കടുത്തയാളുടെ കയ്യേല്, എന്നിട്ട് പറയാം, നമ്മുടെ അടുത്തിരിക്കുന്ന ആളാരാ? കണ്ടോ? എല്ലാവരും എൻ്റെ മുഖത്താണ് നോക്കുന്നത്. ഞാൻ ആരുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്? അവരുടെ മുഖത്ത് നോക്കുക. എന്നിട്ട് നല്ലൊരു ഷെയ്ക്കാൻ്റെ കൊടുത്ത് ദൈവമേ നന്ദി പറ. എൻ്റെ അച്ഛാ, വിടല് കയ്യെന്ന് വിടല്. ഞങ്ങൾ അമ്മായിമ്മയും മരുമകളും, അമ്മായിമ്മ വിളിക്കും മൂദേവിന്ന്, ഞാൻ വിളിക്കും പോടി. അവരുടെ മുഖത്ത് നോക്കിയാണ് ഇപ്പോൾ അച്ഛൻ പറയുന്നത് എന്നാ വിളിക്കണമെന്ന്. കണ്ടോ? അപ്പം നിങ്ങൾ അങ്ങനെയാണ് വിളിച്ചോണ്ടിരുന്നേ. കണ്ടോ? ഒന്ന് പറഞ്ഞേ, അടുത്തിരിക്കുന്നവരുടെ കയ്യെ പിടിച്ചു ദൈവമേ നന്ദി പറഞ്ഞേ. എത്രയോ കാലമായി നമ്മൾ ഓരോരുത്തരും പിണങ്ങിൽ കഴിയുന്നു. ദൈവങ്ങൾ ഈ ഭൂമിയിൽ പിണങ്ങിയാൽ പരിശുദ്ധാത്മാവ് വേദനിക്കും. എൻ്റെ ദൈവമേ
നിന്നോട് പിണങ്ങിയിരുന്ന നാളുകളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കയ്യെന്ന് വിടാം. അപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആളാരാ? ആരാ? അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ യേശു അടുത്ത് നിന്നാൽ നമ്മൾ ഏതെങ്കിലും പാപം ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാ? അയ്യോ, അടുത്ത് നിൽക്കുന്നവൻ ദൈവമാണെന്ന് അറിയാത്തത് കൊണ്ടാ. കണ്ടോ, അടുത്ത് നിൽക്കുന്നവൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവനെതിരെ ഞാൻ ഒരു ദ്രോഹവും എന്ത് ചെയ്യത്തില്ല. ശരിക്കും സഹോദരങ്ങളെ, നമ്മുടെ സഭയുടെ ഓരോ കൂദാശകളും നമ്മളൊന്ന് ആഴത്തിൽ പഠിക്കണം. എന്നാ പഠിക്കണം? ആഴത്തിൽ പഠിക്കണം. അപ്പച്ചൻ കല്യാണം കഴിച്ചാണോ? ആണോ? കല്യാണം കഴിച്ച ആരെയാ? കല്യാണം കഴിച്ചയാളുടെ പേരെന്നാന്ന് ചോദിച്ചേ? മറിയാമാ. അമ്മച്ചി കല്യാണം കഴിച്ചാണ്? ഒരു പ്രാവശ്യം കല്യാണം കഴിച്ചാണ്? കെട്ടിയൻ്റെ കല്യാണം കഴിച്ചയാളുടെ പേരെന്നാ? രവി. ചേച്ചി കല്യാണം കഴിച്ചാണോ? മുടിയാനായിട്ട് ഫ്രണ്ടിൽ കയറി ഇരിക്കുകയും ചെയ്തു. അച്ഛൻ്റെ ചോദ്യവും കല്യാണം കഴിച്ചാണോ? എന്നിട്ട് പിന്നെ കല്യാണം കഴിച്ച ആരെയാ? വർഗീസിനെയാ. ചോട്ടൻ കല്യാണം കഴിച്ചാണോ? അവിടെ കയ്യ മോതിരമൊക്കെ ഉണ്ടല്ലോ. കറക്റ്റ്. ആരെയാ കല്യാണം കഴിച്ചേ? ശരിക്കും ഈ 4 പേരെ ഇത്രയും പേർക്കും വേണ്ടി ഞാൻ ബലി കഴിക്കാൻ പോവാ. ഈ 4 പേർക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ നിങ്ങൾ കെട്ടിയത് ആരെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുറേ യുവമിഥുനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരും ഓർക്കണം, കല്യാണം കഴിച്ചത് ആരെയാണെന്ന് തിരിച്ചറിയണം. സത്യത്തിൽ നമ്മൾ, ഈ ആൻറ്റി പറഞ്ഞു രവിയാണെന്ന്, ആ ചേച്ചി പറഞ്ഞു വർഗീസിനെയാണെന്ന്, പിന്നെ ഈ അച്ചായൻ പറഞ്ഞു മറിയാമ്മയാന്ന്, പുള്ളിക്കാരൻ പറഞ്ഞു സുനൂനെയാന്ന്. സത്യത്തിൽ ആൻറ്റിയുടെ കയ്യിൽ മോതിരം ഇട്ട് തന്നത് രവിയാണോ? കഴുത്തെ മാല ഇട്ട് തന്നത് രവിയാണോ? ആൻറ്റിയുടെ കയ്യിൽ മോതിരം ഇട്ട് തന്നത് വർഗീസാണോ? കഴുത്തെ മാല ഇട്ട് തന്നത് അച്ഛനാന്ന്. ഇപ്പം കെട്ടിയത് അച്ഛനാണോ? ഉണ്ടോ? ആൻറ്റി പറയുക, വർഗീസ് ചേട്ടാ പോയി, അച്ഛനാ കെട്ടിയെന്ന് പറഞ്ഞു. ഈ മറിയാമ്മയുടെ കയ്യിൽ ഒന്ന് പിടിക്കാനെങ്കിലും ആ അച്ഛൻ അനുവദിച്ചോ? കണ്ടോ, ആ അച്ഛൻ മോതിരം ഇടുന്ന സമയത്ത് നമ്മളോട് മോതിരം ഇട്ടോളാൻ പറഞ്ഞോ? പിന്നെ മാല ഇടുന്ന സമയത്ത് ഇടാൻ പറഞ്ഞോ? ഇല്ല. മന്ത്രവടി ഇടുന്ന സമയത്ത് എന്നാൽ ഞാനിവിടെ നിന്ന് പിടിക്കാച്ച നമുക്കൊന്നിച്ചിടാം സംഭവിച്ചോ പുള്ളി? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, ശരിക്കും നമ്മൾ കെട്ടിയത് ആരെയാ? വീണ്ടും പറയുന്നത് അച്ഛനെയാന്ന്. ഇതാ കുഴപ്പം. ശരിക്കും സഹോദരങ്ങളെ, നമ്മൾ ആൻറ്റി കെട്ടിയത് അച്ഛനെ അല്ല. അങ്ങനെയാണ്. പുള്ളിക്കാരൻ ഇവിടെ ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ശരിക്കും നമ്മൾ ഓർക്കണം, ഈ സഭയുടെ, ഞാനൊരു കോമഡി ആയിട്ട് പറഞ്ഞെങ്കിലും നമ്മൾ ആഴത്തിലൊന്ന് ധ്യാനിക്കണം. ഈ സഭയുടെ ഓരോ കൂദാശയുടെയും വലിയ രഹസ്യങ്ങൾ ശരിക്കും നമ്മൾ ഓർക്കണം. നമ്മളെ കൂട്ടി യോജിപ്പിച്ചത് ആരാ? ദൈവം. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ കൂട്ടി യോജിപ്പിച്ചു, എന്നെങ്കിലും ഈ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്നെ വിവാഹം കഴിച്ചത് എൻ്റെ ദൈവമാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായാൽ ആ ദൈവത്തോട് ഞാൻ എന്ത് ചെയ്യല? മറുതലിക്കല. സത്യത്തിൽ ഞാൻ ഓർക്കാറുണ്ടേ, ഒരിക്കൽ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരാളൊരു മന്ദബുദ്ധിയാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ എൻ്റെ വീട്ടുകാരെല്ലാം കൂടെ ചതിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ സഹോദരിക്ക് ഈ വലിയ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു, സഹോദരി, ദൈവമാണ് നിങ്ങളുടെ കല്യാണം ആശീർവദിച്ചതെങ്കിൽ ദൈവമാണ്. അയ്യോ, ഇവർ പോവുകയാണോ? നാളെ വരുമോ? അപ്പോൾ ഏതായാലും കൊള്ളാം, ദൈവമാണ്. അവിടെ പടപെടാന്ന് പോകുന്നു. അയ്യോ ശോ. അപ്പോൾ ദൈവമാണ് ഈ മേഖല കൂട്ടി യോജിപ്പിച്ചതെങ്കിൽ സത്യത്തിൽ ദൈവം ഈ മേഖലയ്ക്ക് എന്ത് ചെയ്യും? പോംവഴി തരും. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ പോയി നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പറയണം, തമ്പുരാനെ, എനിക്കെന്തിനാ ഇങ്ങനെ ഒരാളെ നീ കൂട്ടുതന്ന്, നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചോദിച്ചു. സത്യത്തിൽ ഇവള് പിന്നീട് പോയി ഇവൾക്ക് ലഭിച്ച ജീവിത പങ്കാളിയെ ഓർത്ത് നന്ദി പറയാൻ തുടങ്ങി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ എന്നോട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഒരു നോർമലായ ഒരു മനുഷ്യനെ പോലെ
എൻ്റെ ഭർത്താവ് ആയിക്കൊണ്ടിരിക്കുക. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് അവൾ വന്നിട്ട് പറഞ്ഞു, സത്യത്തിൽ ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ, പിന്നെ കഴിഞ്ഞ വർഷം വന്നിട്ട് മന്ദബുദ്ധിയാണ്, അല്ലച്ചാ നോർമലായൊരു മനുഷ്യനാണ്. പരിചരിക്കേണ്ട രീതിയിൽ പരിചരിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ്റെ ബലഹീനതകൾ മുഴുവൻ വിട്ടുമാറി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, സ്നേഹിച്ച് ഈ ഭൂമിയിൽ ദൈവത്തെ എന്ത് ചെയ്യാം? സ്വന്തമാക്കി മാറ്റാം. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിട്ടിയ ജീവിത പങ്കാളി ഒരു ബലഹീനനായ മനുഷ്യനാണെങ്കിൽ അവനെ തിരുത്താൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? അതാണോ വർഗീസേട്ടൻ? അപ്പോൾ ഏതായാലും പറ്റിയിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ കൊച്ചു ദൈവങ്ങളാണെന്നുള്ള തിരിച്ചറിവുണ്ടായാൽ സംഭവിക്കുന്നത് നമ്മുടെയൊക്കെ വീട് എന്തായി മാറും? ചിലരിങ്ങനെ പറയും സ്വർഗത്തിൽ പോകാം, നരകത്തിൽ പോകാം എന്നൊക്കെ. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗം. ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ അച്ഛനുണ്ട്, പുത്തമ്പരെ അച്ഛൻ. അച്ഛൻ്റെ പ്രസംഗമൊക്കെ ചിലപ്പോൾ നിങ്ങൾ TV കേൾക്കുന്നുണ്ടായിരിക്കാം. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു തമാശ ഉണ്ട്, പലരും മറന്നു പോകുന്നൊരു തമാശ. പക്ഷേ ഞാൻ ഓർക്കുക, ഒരിക്കൽ ഒരു പെണ്ണിനെ കാണാൻ ഒരു ചെറുക്കൻ ചെന്ന്, പെണ്ണെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോയി നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുന്നൊരു പെണ്ണ്. അപ്പോൾ അവൾ ഭയങ്കര ഭക്തിയാണ്. അപ്പോൾ ഏതായാലും കൊള്ളാം, ഈ പെണ്ണിനെ കാണാൻ ചെറുക്കൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ ഈ പെണ്ണിനോട്, ഈ പെണ്ണ് കാണാൻ വരുമ്പോൾ, ഞാൻ ഈ പെണ്ണ് കെട്ടാത്ത ആളായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, ഈ പെണ്ണ് കാണാൻ വരുമ്പോൾ പ്രൈവറ്റായിട്ടുള്ള സംസാരം അങ്ങനെയൊക്കെ ഉണ്ടോ ആൻറ്റി? ഉണ്ട്, ഇവിടെയുണ്ടത്. അപ്പോൾ ഏതായാലും കൊള്ളാം, ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ ചെറുക്കൻ ഈ പെണ്ണിനോട് പറഞ്ഞു, എടി സ്വർഗവും ഇല്ല. അപ്പോൾ ഇവള് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഭയങ്കര പറഞ്ഞേ. അപ്പോൾ ഈ പെണ്ണ് കാണാൻ വന്നപ്പോഴത്തേക്ക് ഇവളിങ്ങനെ പറഞ്ഞു, ശരിക്കും സഹോദര, നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെത്, അതുകൊണ്ട് സ്വർഗത്തിൽ വേണം ജീവിക്കാന്നൊക്കെ പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞു, സ്വർഗവും ഇല്ല, നരകവും ഇല്ല, പിന്നെ ഒറ്റ ജീവിതമേ ഉള്ളൂ, എന്ത് ചെയ്യണം? അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതുകൊണ്ട് എന്നെ കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നോട് കൂടെ എന്ത് ചെയ്യാം? അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനങ്ങ് പോയി. ഏതായാലും കൊള്ളാം, ഇവൻ്റെ ഡീലിങ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ഈ ചെറുക്കനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ വീട്ടുകാരെല്ലാം അങ്ങോട്ട് ഉറപ്പിക്കാൻ തീരുമാനിച്ചു. ഉടനെ ഈ പെണ്ണ് അവിടെ അമ്മയുടെ അരികെ ചെന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് ചെറുക്കനെ വേണ്ട. ഉടനെ അമ്മ ചോദിച്ചു, എന്നാടി കാരണം? ഉടനെ പറഞ്ഞു, അമ്മേ അവൻ പറഞ്ഞു സ്വർഗവും ഇല്ല, നരകവും ഇല്ല. ഉടനെ അമ്മ വർഷങ്ങളുടെ ജീവിത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അമ്മ ചിരിച്ചോണ്ടൊരു കാര്യം പറഞ്ഞു, നീ അതോർത്ത് പേടിക്കണ്ടടി, സ്വർഗവും ഇല്ല നരകവും ഇല്ല എന്നൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. നിന്നെ കെട്ടി 6 മാസം കഴിയുമ്പോൾ അവൻ തീർച്ചയായിട്ടും പറയും ഈ ഭൂമിയിൽ എന്നാ ഉണ്ടെന്ന്. കറക്റ്റ് കണ്ടോ, പലരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. കണ്ടോ, ചിലരെയൊക്കെ കെട്ടിയില്ലല്ലേ. അപ്പോൾ ചിലരെയൊക്കെ കെട്ടി 6 മാസം കഴിയുമ്പോൾ കെട്ടിയവന്മാർ പറയും ഈ ഭൂമിയിൽ എന്നാ ഉണ്ടെന്ന്. ശരിക്കും ഞാൻ പറയും സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ തന്നെയാണ് എന്ത്? ഇതാരാ? ഇതിൻ്റെ കർത്താക്കൾ ആരാ? ഞാൻ പറയും, നമ്മളൊന്നും നന്നാകാൻ ഒരു ധ്യാനവും കൂടണ്ട. സത്യത്തിൽ വിശുദ്ധ ഗ്രന്ഥം തുറന്നു വെച്ചിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങിയാൽ, ജീവിതം നമ്മൾ ക്രമീകരിക്കാൻ തുടങ്ങിയാൽ ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുണ്ടാവും? സ്വർഗം ഉണ്ടാവും. ഇപ്പം നമ്മുടെ എല്ലാം പ്രത്യേകത എന്നാണെന്നറിയോ? സുവിശേഷം തുറന്നു വെച്ചിട്ട് നമ്മൾ പിള്ളേരോട് പറയും വായിക്കടി. നമുക്ക് വായിക്കാനും നേരമില്ല, അതോട്ട് സ്വീകരിക്കാനും നേരമില്ല. ശരിക്കും നമ്മൾ പിള്ളേരെയൊക്കെ പള്ളിയിലേക്ക് ഒരുക്കി വിടാറുണ്ട്. നമ്മൾ ഒരുങ്ങി പോകാറുണ്ടോ? ഉണ്ട്. എപ്പം? തുബ്ദേനൊക്കെ കഴിയുമ്പോൾ ആടിപ്പാടി നമ്മൾ എന്ത് ചെയ്യും? വരും. എന്നിട്ട് ഈ അവസാനം കയറി വരുന്ന നമ്മളിങ്ങനെ പറയും, ഈ മക്കൾക്ക് പണ്ടത്തെ പോലെ ഒരു തീഷ്ണതയും ഇല്ലച്ചാ, പള്ളിപ്പോക്കൊന്നുമില്ല. കാരണം അവർക്ക് മനസ്സിലായി വർഷങ്ങൾ കൊണ്ട്. എൻ്റെ അപ്പനും അമ്മയും വരുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ദരിദ്രവാസി എന്നോട് ചോദിക്കുക, ഈ നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്നുള്ള പ്രാർത്ഥന ഉള്ളതാണോ അച്ഛാന്ന്. കാരണം എന്നാണെന്നറിയോ, ഇവനിങ്ങനെ ചോദിക്കാൻ കാരണം എന്നാണെന്നറിയോ, എനിക്കന്ന് രാവിലെ വിശ്വകുർബാനയ്ക്ക് മുമ്പ് ഒരു വയറ്റ് വേദന വന്നിട്ട് എനിക്ക് നിൽക്കാനും മേല ഇരിക്കാനും മേല. അന്നൊരു 20 മിനിറ്റ് താമസിച്ചു പോയി. അപ്പോൾ സാധാരണഗതിയിൽ ഇവൻ പള്ളി വന്നിട്ടിരുന്ന ശലോൻ പസ്ലോമോ അഹായൻ ഹാബിബായൂര. ഞാൻ ഈ മേലാഴി കൊണ്ട് താമസിച്ച കുർബാന ചൊല്ലിക്കൊണ്ടാണ് ഇവൻ വന്നപ്പോഴാണ് നിന്നാൾ സ്തുതിയുടെ രാജമൺ 4 കുക്കുലിയാൻ ചൊല്ലി. ഉടനെ അവൻ ചോദിക്കുക, ഈ സഭയിൽ ഇങ്ങനൊരു സാധനം ഉള്ളതാണോ എന്ന്. ഉണ്ടോ? അപ്പോൾ ശരിക്കും നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ
നമ്മുടെ ദൈവത്വം എന്താണെന്ന് എന്ത് ചെയ്യണം? ഒന്ന് തിരിച്ചറിയണം. സത്യത്തിൽ നമ്മളൊക്കെ ആരാന്നറിയാവോ? ദൈവത്തിൻ്റെ മക്കളാ. എന്നെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ മോളെ? ദൈവം നമ്മുടെ ആരാണ്? പറ. ശരിക്കും പിന്നെ പണ്ടൊരിക്കല് ഒരിടത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളിനോട് ഞാൻ ചോദിച്ചു, ദൈവം നമ്മുടെ ആര്? ദൈവം ആരാ നമ്മുടെ? ഭർത്താവോ? പിതാവ്. ഒരാൾ പറഞ്ഞു പിതാവ്. ആരാ അപ്പച്ച ദൈവം? നമ്മുടെ പിതാവ്. ആരാ ദൈവം? പിതാവ്. ദൈവം കണ്ടോ, ഇത് കോപ്പി അടിയാ. ആത്മാർത്ഥമായിട്ട് പറയാം, ദൈവം നമ്മുടെ ആരാ? സൃഷ്ടാവ്. അങ്ങനൊരു ഉത്തരം കിട്ടി. ആരാണ്? രണ്ടു മൂന്ന് പേര് പറഞ്ഞു പിതാവ്. പിന്നെ മൂന്നാമതൊരാൾ പറഞ്ഞു ദൈവം നമ്മുടെ ആരാണ്? സൃഷ്ടാവ്. ഇനി ദൈവം നമ്മുടെ ആരാ? രക്ഷകൻ. ഓക്കെ, പിന്നെ ദൈവം നമ്മുടെ ആരാ? ഇനി വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? പിതാവ്, സൃഷ്ടാവ്, രക്ഷകൻ. എന്തോ? സകലത്തിൻ്റെയും സൃഷ്ടാവും സകലത്തിൻ്റെയും പരിപാലിക്കുന്നു. ഇന്ന് അമ്മച്ചി വീട്ടിലോട്ട് ചെന്നപ്പോഴാണ് അമ്മച്ചിയുടെ അച്ചായൻ അതുവഴി നടന്നു പോകുന്നുണ്ട്. ഉടനെ പറഞ്ഞു, സകലത്തിൻ്റെയും സൃഷ്ടാവേ, സകലത്തിൻ്റെയും പരിപാലിക്കുന്നവനെ ഇങ്ങനെ വിളിക്കുവോ? ആണ്ടോ, എൻ്റെ വീണ്ടെടുപ്പുകാരാ വിളിക്കുവോ? നമ്മുടെ അച്ചായനെ കയറി എൻ്റെ വീണ്ടെടുപ്പുകാരാ വിളിക്കുവോ? പിന്നെ നമ്മൾ ചെന്നിട്ട് നമ്മുടെ അച്ചായൻ പോകുന്ന കാണുമ്പം ഹായ് പിതാവേ എന്നാ ഉണ്ട് എന്ന് ചോദിച്ചാൽ പുള്ളി എന്നാ പറയും? പുത്ര സുഖം. പറയുവോ? പറ. നമ്മുടെ അച്ചായനെ കയറി പിതാവേ എന്നാണോ വിളിക്കുന്നത്? പിന്നെ എന്നാ വിളിക്കുന്നത്? പറ. ദൈവം മാർ. ഈ അച്ഛനെ കൊണ്ട് മടുത്തു പോയി. ദൈവം ആരാ? പറ. അങ്ങനെയാണോ മോളെ? പപ്പായെ കയറി പിതാവേ എന്നാണോ വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആരാ? സത്യത്തിൽ ഈ സൃഷ്ടാവേ, പിന്നെ സകലത്തിനെയും പരിപാലക എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അപ്പനുമായിട്ട് ആഴത്തിലുള്ള ബന്ധമൊന്നും ഇല്ല. ശരിക്കും ഈ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ദൈവം പറയുന്ന ഒരു ദൈവത്തിൻ്റെ മക്കൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്നാന്നറിയോ? ആബാ. ആബാ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്നാന്നറിയോ? അച്ചാച്ച എന്നൊക്കെയാണ്. ഒരിക്കൽ ഞങ്ങളൊരിടത്ത് ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സുനിൽ ബ്രദറുണ്ട്. പുള്ളിക്കാരൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പിന്നെ ഇതുപോലെ അടിച്ച് തകർത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ശരിക്കും ദൈവം ആരാണെന്ന് പറഞ്ഞിട്ട് പിള്ളേരുടെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ദൈവം നമ്മുടെ അപ്പനാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും ദൈവം നമ്മുടെ ആരാ? ശരിക്കും അപ്പനാ. അപ്പോൾ എന്നിട്ട് സുനിൽ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, അടുത്ത പ്രാർത്ഥനയുടെ സമയത്ത് ദൈവത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ച് അപ്പനോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഫ്രണ്ട് സീറ്റിലിരുന്ന് ഒരുത്തൻ പിന്നെ വിളിച്ചു പറയാണ്, യേശുവേ എൻ്റെ അളിയാ. അപ്പോൾ പലരും അച്ചാച്ച ഇച്ചാച്ച എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരുത്തൻ വിളിച്ചു പറയുന്നത്, യേശുവേ എൻ്റെ അളിയാ എന്ന് വിളിച്ചു. ഉടനെ ബ്രദർ ഇങ്ങനെ കണ്ണും വിട്ടിരിക്കും. ഉടനെ എന്നെ ഒന്ന് നോക്കി. ഞാൻ ചോദിച്ചെന്നാന്ന്. ഉടനെ പറഞ്ഞു, അവൻ വിളിച്ച കേട്ടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ കൊച്ചേ, നീ എന്നെ വിളിച്ചു? അല്ല അശോ, നീ എന്നെ യേശുവിനെ വിളിച്ചു. ഉടനെ പറഞ്ഞു, യേശുവെ എൻ്റെ അളിയാന്നാണ് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്നാടാ? ഉടനെ പറയാം, എൻ്റെ അച്ഛ, ശരിക്കും എനിക്ക് ആകെ ഉണ്ടായിരുന്നത് 3 പെങ്ങന്മാരാ. ഈ 3 പെങ്ങന്മാർ ശരിക്കും എന്ത് ചെയ്തു? മടത്തിച്ചേർന്നു. അപ്പോൾ കന്യാസ്ത്രീകളാരാ? യേശുവിൻ്റെ മണവാട്ടി. അങ്ങനെയാണ് യേശു അവൻ്റെ ആരാ? അളിയൻ. തെറ്റുണ്ടോ? ഉടനെ ബ്രദർ പറഞ്ഞു, നീ ഇനി പരസ്യമായിട്ട് വിളിക്കണ്ട, ഒറ്റയ്ക്ക് പോയിരുന്ന് എന്ത് ചെയ്തു? വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, യേശു നമ്മുടെ ആരാ? വീണ്ടും പിതാവെന്ന് പറയുക. യേശു നമ്മുടെ ആരാ? അപ്പനാ. അങ്ങനെയാണെങ്കിൽ ഈ അപ്പൻ്റെ ഒരിക്കലുള്ള സ്വാതന്ത്ര്യം നമുക്കിന്ന് യേശുവിൻ്റെ ഒരിക്കലുണ്ടോ? പറ, ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളെല്ലാ ദിവസവും വരും. ഈ അകത്ത് ആരിരിപ്പുണ്ട്? യേശുവുണ്ട്. ഉടനെ നമ്മൾ എന്നായും വന്ന് മുട്ടുകുത്തും. എന്നിട്ട് പറയും, എൻ്റെ യേശുവേ എനിക്കിത് തരണേ. നമ്മളും തെണ്ടക്കാരനും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? പറ. അതുകൊണ്ട് ചിരിക്കുന്നു. നമ്മളും പിച്ചക്കാരനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ സഹോദരങ്ങളെ? ഉണ്ടോ? ശരിക്കും ഞാൻ പറയും, യേശു ദൈവമാണെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായാൽ ഞാൻ അവൻ്റെ മുമ്പിൽ പോയി യാചിക്കേണ്ട ആവശ്യം ഇല്ല. അവനറിയാം എൻ്റെ മക്കൾക്ക് എന്നതാണ്
കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാകണം? നമ്മൾ ആരാകണം? നമ്മൾ ആരാകണം? മക്കളാകണം. മക്കളായാൽ വലിയ സ്വാതന്ത്ര്യ കൃപയിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ നയിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരിടത്ത് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു നമ്മളാരാന്ന്. ഉടനെ ഒരു ദരിദ്രവാസി ഫ്രണ്ട് ഇരുന്ന് പറയാം പാപികളാന്ന്. ഇപ്പോൾ ഞാൻ ആ ചോദ്യം ഇവിടെയും ചോദിച്ചാൽ കൂടുതൽ ആൾക്കാരും പറയും എന്താണ് അച്ഛാ ഞങ്ങൾ ആരാണ്? പാപികളാണ്. ശരിക്കും നമ്മൾ ഓർക്കണം, നമ്മളാരും പാപികളല്ല. ശരിക്കും ബലഹീനതകൾ കൊണ്ട് നമ്മൾ ചിലതൊക്കെ എന്തു ചെയ്യും? ചെയ്തു പോയിട്ടുണ്ടായിരിക്കും. എന്നാലും നമ്മൾ ഓർക്കണം, വീട്ടിൽ ഒരപ്പൻ്റെ മുമ്പിൽ നമ്മളൊരു തെറ്റ് ചെയ്താലും ആ അപ്പൻ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ? പുറത്താക്കുമോ? ഇല്ല സഹോദരങ്ങളെ. ഒറിജിനൽ അപ്പനും അമ്മയും ആണെങ്കിൽ സ്വന്തം മക്കള് എന്ത് തെറ്റ് ചെയ്താലും അവരെ പുറത്താക്കാൻ ആർക്ക് സാധിക്കത്തില്ല? അപ്പനും അമ്മയ്ക്ക് സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നൊരു തിരിച്ചറിവിലേക്ക് വരണം. യേശു ആരാണ്? 1 മണിക്കൂർ പോയി ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴത്തേനും. നിങ്ങളെ ഒന്ന് ഒരുക്കിക്കൊണ്ടുവരാൻ എന്നെ താമസമാണെന്നറിയോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം യേശു ആരാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ തെണ്ടക്കാരൻ പോയി ചോദിക്കുന്ന പോലെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ നമ്മുടെ പിള്ളേർക്കെല്ലാം ഭക്തി കൂടും എപ്പോഴാണെന്നറിയോ? പരീക്ഷയുടെ തലേ ദിവസം. ശരിക്കും വിധങ്ങളെല്ലാം ഈ പേന പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. നിങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ടോ അങ്ങനെ? ഇല്ല, വിശ്വാസമില്ല, പള്ളിപ്പൊക്കം ഇല്ല. ശരിക്കും ഞാൻ നടന്ന പള്ളിയിലൊക്കെ പിള്ളേർ പിന്നെ പേന പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു കെട്ട് പേന പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രത്യേകതയുള്ളത് എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വചനമൊക്കെ പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് എന്നതെങ്കിലും ഒരു കൊനിഷ്ഠ ഞാൻ എപ്പോഴും ഒപ്പിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ഈ +2 പഠിക്കുന്ന പിള്ളേർ പരീക്ഷയ്ക്ക് വേണ്ടി പേന കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവായ യേശുവേ, ഈ പേന കൊണ്ട് കോപ്പി അടിച്ചാൽ ഇവർ തോറ്റുപോകണം. ഇവർക്കറിയാവുന്നത് എഴുതിയാൽ നല്ല മാർക്ക് കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണം എന്നിങ്ങനെ ഞാൻ ഫ്രണ്ടിലത്തെ റോയിൽ വന്ന പേന കെട്ട് മേടിച്ചിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ കണ്ട കാഴ്ച, അതിന് പുറകെ നിന്ന പിള്ളേരെല്ലാം പേന പ്രാർത്ഥിക്കാതെ തന്നെ തിരിച്ചു കൊണ്ടുപോയി. കണ്ടോ? അങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ പള്ളിയിലെ അച്ഛൻ ഉറക്കെ പ്രാർത്ഥിച്ചാൽ പുറകിലത്തെ റോയിലാണ് നമ്മൾ നിൽക്കുന്ന എന്നയ്യും. കണ്ടോ? കറക്റ്റ് തിരിച്ചു പോകും എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഓർക്കണം സമയമാം. അപ്പോൾ ശരിക്കും നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ക്രിസ്തുവിൻ്റെ കയ്യിൽ കൊടുത്ത് വാഴ്ത്തി മേടിക്കുന്ന സാധനം നമ്മൾ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ പോവുക. സത്യത്തിൽ ഇന്ന് പല കള്ളത്തരങ്ങൾക്കും ആരെ നമ്മൾ കൂട്ടുപിടിക്കാറുണ്ട്? ക്രിസ്തുവിനെ പിടിക്കാറുണ്ട്. ഇതുകൊണ്ടാ അനുഗ്രഹങ്ങളുടെ കലവറ എന്ത് ചെയ്യാത്ത തുറക്കാത്ത. ഞാൻ എൻ്റെ ഒരു കൊച്ചു കഥ പറയാം. ഞാൻ പറഞ്ഞില്ലേ, MG യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആയിരുന്ന സമയത്തൊന്നും പഠിച്ചൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ജീവിതത്തിൽ 24-ാമത്തെ വയസ്സിൽ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജീവിതത്തിൽ വിചാരിച്ചു ഒരിക്കലും ഇനി തമ്പുരാന് വിരുദ്ധമായിട്ടൊരു കാര്യം ചെയ്യത്തില്ല. ഞാൻ അങ്ങനെ MSOT സെമിനാരി പഠിക്കാൻ ചെന്നപ്പോൾ ഞാൻ എൻ്റെ അധികാരികളോട് പറഞ്ഞു, ഞാൻ ഒത്തിരി വർഷങ്ങളായി പഠിച്ചിട്ട്, എൻ്റെ 13 വയസ്സിന് ശേഷം ഞാൻ പിന്നീട് ഒരു സംഭവം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം വേണം പഠിച്ചെഴുതാൻ. അപ്പോൾ എന്നാൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. ഏതായാലും കൊള്ളാം, ആദ്യത്തെ വർഷം പരീക്ഷ എഴുതി. 10 വിഷയങ്ങളുണ്ടായിരുന്നു പരീക്ഷ. ശരിക്കും എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ ഒരു അധ്യാപകനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പരീക്ഷയുടെ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ പരീക്ഷ എഴുതി. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ എഴുതിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഈ അധ്യാപകൻ ഓടിക്കൊണ്ടുവന്നിട്ട് എൻ്റെ ഈ ഗൈഡ് തന്നു. എന്നിട്ട് പറഞ്ഞു, നീ എഴുതിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ, ഈ പണി ഞാൻ പണ്ടേ ഉപേക്ഷിച്ചതാ. ഇനി ഇത് നോക്കി എഴുതിയിട്ട് എനിക്ക് എന്ത് വേണ്ട? വിജയം വേണ്ടെന്ന് പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ തിരിച്ചുപോയി. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും നല്ല പോലെ പഠിക്കുന്ന ആളെ കൊണ്ടേ എൻ്റെ അടുത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, നോക്കി എഴുതിക്കൊള്ളാൻ. ഞാൻ പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാവുന്നത് എഴുതിയിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. 10 പേപ്പർ ഉണ്ടായിരുന്നു ആദ്യത്തെ വർഷം പരീക്ഷ കഴിഞ്ഞ് ശരിക്കും റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായ സംഭവം, 10 വിഷയങ്ങളിൽ ഞാൻ 8ഉം തോറ്റുപോയി. 2 ഞാൻ ജയിച്ചുള്ളൂ. സത്യത്തിൽ ജയിച്ച വിഷയങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എനിക്കൊരു പണിയും കൂടെ തന്നെ. എന്നാണെന്നറിയോ? ജയിച്ച വിഷയത്തിന് ഒരെണ്ണത്തിന് 88 മാർക്കും ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിന് 92 മാർക്കും ഉണ്ടായിരുന്നു. ഇതോടുകൂടി
അധ്യാപകരുടെ ഇടയിൽ ഒരു വലിയ വാക്ക് വന്നു. ഇവൻ കഴിവില്ലാഞ്ഞിട്ടല്ല, കാരണം കഴിവില്ലാത്ത ഒരുത്തിന് 88 92 മാർക്ക് എന്ത് ചെയ്യാനാ കിട്ടുകയില്ല, ഇവൻ മനഃപൂർവ്വം എഴുതാത്തതാണെന്നുള്ളൊരു ഇത് വന്നു. പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല. എന്നാൽ ഞാൻ എൻ്റെ മുറി അടച്ചിട്ട് വലിയ സന്തോഷം കൊണ്ട് തമ്പുരാന് നന്ദി പറഞ്ഞു. കാരണം 13 വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു വിഷയം പഠിച്ചെഴുതിയപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു, ഇത്രയും മാർക്കൊന്നു. എനിക്കതൊരു വലിയ അനുഭവമായിരുന്നു. ഏതായാലും കൊള്ളാം, സെമിനാരിയുടെ നിയമം അനുസരിച്ച് എന്നെ സെമിനാരിൽ നിന്ന് പറഞ്ഞു വിട്ട് ഞാൻ തൂത്തുകുടി ധ്യാന കേന്ദ്രത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 3-ാമത്തെ ദിവസം നേഴ്സിംഗ് പഠിക്കാൻ പോയിട്ട് ഒരു പെങ്കൊച്ച് കയറി വന്നിരിക്കുക, ഈ സക്കറിയ അച്ഛൻ്റെ ഇരിക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഞാൻ തോറ്റുപോയി വന്നിരിക്കുക. ഉടനെ അച്ഛൻ, ഞാൻ മധുവായിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരാ ഈ പുള്ളിക്കാരത്തി ഒന്ന് കൗൺസിലിംഗ് നടത്താൻ പറഞ്ഞു. അപ്പം ഞാൻ 2 കസേരയൊക്കെ എടുത്തിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്നാ പറ്റി കൊച്ചേ? ഉടനെ പറഞ്ഞു, നേഴ്സിംഗ് പഠിക്കാൻ പോയി, ഒരു വിഷയം എൻ്റെ തോറ്റുപോയി, ഞാൻ ബാക്കിയായിപ്പോയി. 8 പൊട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ മുമ്പിലിരിക്കുന്നത്. 8 വിഷയം തോറ്റ് ഇരിക്കുന്ന ഞാൻ വെറും കൂളായിട്ടിരിക്കുമ്പോഴാണ് നേരെ ഫ്രണ്ടിലത്തെ കസേരയിൽ ഒരു വിഷയം തോറ്റുപോയുള്ള എന്ത് ചെയ്യുന്നത്, ഇരുന്ന് മൂങ്ങുന്നേ. ഉടനെ ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, പരിശുദ്ധാത്മാവ് നിന്നെ എന്ത് ചെയ്തോളും, ജയിപ്പിച്ചോളും. 28 ദിവസം കഴിഞ്ഞ് ഇത്രയും അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഉടനെ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, എടാ ഇന്ന് വരെ തോറ്റുപോയ ഒരുത്തൻ്റെ വേദന നിനക്ക് എന്ത് ചെയ്യത്തില്ലായിരുന്നു, അറിയത്തില്ലായിരുന്നു. ഉടനെ എന്നോട് പറഞ്ഞു, നിന്റെ ഈ 10-25 വർഷത്തെ ജീവിതത്തിനിടയിൽ നീ ആരുടെയെങ്കിലും മുമ്പിൽ തോറ്റിട്ടുണ്ടോ? അപ്പം ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇല്ല പരിശുദ്ധാത്മാവേ. ഉടനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ തോറ്റുപോയാൽ അതിൻ്റെ വേദന എന്താണെന്ന് നീ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. കാരണം എനിക്ക് അതിനു മുമ്പ് പരിശുദ്ധാത്മാവിനോട് ഒരു പരാതി ഉണ്ടായിരുന്നു. എന്നാണെന്നറിയോ, ഞാൻ നിന്നെ കണ്ട് ഇറങ്ങിയിട്ട് നീ എന്നെ എന്ത് ചെയ്തു, തോപ്പിച്ച് കളഞ്ഞു. ഇതായിരുന്നു എൻ്റെ പരാതി. പക്ഷെ പരിശുദ്ധാത്മാവ് അന്ന് എന്നെ കൊണ്ട് പഠിപ്പിച്ചു, തോറ്റവൻ്റെ വേദന നീ എന്ത് ചെയ്യണം, അറിയണം. ഞാൻ ശരിക്കും തോറ്റുപോയതിനെ ഓർത്ത് നന്ദി പറയാൻ തുടങ്ങി. 8 വിഷയം പൊട്ടിയതിനെ ഓർത്ത് നന്ദി പറയാൻ തുടങ്ങി. 3-ാം ദിവസം തേവലോസ് തിരുമേനി വിളിച്ചിട്ട് പറഞ്ഞു, വരാൻ പറഞ്ഞു. ഞാൻ സെമിനാരിൽ ചെന്നപ്പം അന്ന് ഇതുപോലെ തോറ്റുപോയ 10-20 പേരുണ്ട്. എല്ലാവരെയും വിളിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്ക് ശരിക്കും പറഞ്ഞു, എന്നോട് വന്നിട്ട് പറഞ്ഞു, നാളെ തൊട്ട് വന്ന് ക്ലാസ്സിലിരുന്നോളാൻ പറഞ്ഞു. ശരിക്കും എന്നെ അവിടെ വീണ്ടും തിരിച്ചിരുത്തി. എനിക്ക് തോന്നുന്നത് അന്ന് തോറ്റുപോയതിൽ ഞങ്ങൾ 1-2 പേര് മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ. പക്ഷേ എന്നെ പരിശുദ്ധാത്മാവ് പിന്നീട് എന്ത് ചെയ്തു, അതിഭയങ്കരമായിട്ട് വിജയിപ്പിച്ചു. ഞാൻ ഓർക്കുക, 1 വർഷം പുറകിലായിട്ട് പോലും എൻ്റെ മുൻപിലത്തെ എൻ്റെ കൂടെ പഠിച്ചവർ വൈദികനാകുന്നതിന് മുമ്പേ ഞാൻ വൈദികനായി. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, എത്രയോ രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവെന്നെ കൂട്ടിക്കൊണ്ടുപോയി. മണിക്കൂറുകൾ ഇന്ന് ദൈവവചനം പ്രസംഗിക്കാൻ എനിക്ക് ഒരു ടൂൾസും വേണ്ട. അതൊരു തലത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉയർത്തി. അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കാത്തിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവാത്മാവിന് നമ്മളിൽ ഇടപെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സ്വസ്ഥമായിട്ട് അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം, കാത്തിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം. നമ്മൾ ഇച്ചിരി മുമ്പേ പറഞ്ഞു, നമ്മൾ ആരാണെന്നാ പറഞ്ഞേ? പറ കൊച്ചേ, ദൈവമക്കൾ. അങ്ങനെയാണ് ദൈവം ആരാ? നമ്മുടെ അപ്പൻ. ഇച്ചിരി മുമ്പത്തെ ക്ലാസ്സിൽ തിരുമേനി പറഞ്ഞു, തലമുറ കൈമാറി. നിങ്ങൾ കേട്ടില്ലേ? ചെവി കേൾക്കത്തില്ലേ? കേൾക്കാം. അപ്പോൾ ഇച്ചിരത്തെ മുമ്പത്തെ ക്ലാസ്സിൽ തിരുമേനി എന്നാ പറഞ്ഞേ? തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഇനി നമ്മൾ ഒറ്റ വചനം മാത്രം ഇന്നൊന്ന് കാണാൻ പോവുക. എലേസേട്ടാ ശ്രദ്ധിച്ചിരുന്നു, ഒറ്റ വചനം മാത്രം നമ്മളിപ്പോൾ പഠിക്കാൻ പോവുക. സത്യത്തിൽ അതിനുള്ള സമയമേ ഉള്ളൂ. അതിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണോ പിശാചിൻ്റെ മക്കളാണോ എന്ന് തിരിച്ചറിയാൻ പോവുക. 72 വയസ്സുള്ള അമ്മച്ചിയെ ഉറങ്ങല്ലേ. അപ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വചനം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വചനം ഒന്ന് വായിക്കാൻ കേൾക്കാം. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി എന്നാക്കിയ ഇപ്പൊ ദൈവത്തിന്റെ സ്വഭാവം അഥവാ
പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം നമ്മൾ പഠിക്കുകയാണ്. എന്നൊക്കെയാണ്? 9 കൂട്ടം സ്വഭാവമുണ്ട് ദൈവത്തിന്. അതേതൊക്കെയാ? സ്നേഹം, പറ. സ്നേഹം, വായിച്ചേ. ആനന്ദം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇവയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ് പറഞ്ഞത്. എന്ത്? 9 കൂട്ട സാധനങ്ങൾ. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നൊക്കെ കാണണം? പറ. സ്നേഹം, സമാധാനം, പിന്നെ ആത്മസംയമനം. നമ്മൾ ഒരിക്കലും ആരോടും ചൂടാകത്തു പോലും ഇല്ല. എങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഒന്ന് നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഈ 9 കൂട്ടം കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടോ? ഉണ്ടെന്ന് അഭിപ്രായമുള്ളവർ? അച്ഛാ, ഇത് എന്നിൽ 100 മേനി ഉണ്ട് എന്ന അഭിപ്രായമുള്ളവർ ആരുമില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരുടെ മക്കളല്ല? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ തലമുറ കൈമാറി വന്ന ആളുടെ അരികിലേക്ക് പോവുക. ആ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 18 തൊട്ടുള്ള വചനം, അതിൻ്റെ മുമ്പിലത്തെ വചനം ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 18 തൊട്ടുള്ള വചനം. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. പിന്നെ അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യങ്ങളായ പ്രവൃത്തിയുമാണ്. അപ്പോ എന്നൊക്കെയാ പറയുന്നത്? ഏതൊക്കെ സാധനങ്ങളാ ഉള്ളേ? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഈ സാധനം വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ? പറ. ഈ പറഞ്ഞ സാധനങ്ങൾ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കാം. ആരും പുറകോട്ട് തിരിഞ്ഞു നോക്കല്ലേ. ഒരമ്മച്ചി കൈവക്കി. അത് ഏതമ്മച്ചിയാ കൈവക്കിയേ? കോപമില്ലാത്ത അമ്മച്ചി. പിന്നെ കോപമുണ്ടോ അമ്മച്ചി? ഞാൻ ചോദിച്ചത് ഈ മുഴുവൻ സാധനം ഇല്ലാത്തവർ കൈവക്കാനാ പറഞ്ഞേ. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആരുടെ മക്കളാ? അങ്ങനെയാണെങ്കിൽ ഇച്ചിരി മുമ്പേ നമ്മളൊരു അബദ്ധം പറഞ്ഞു. ഒരാളുടെ കയ്യെ നോക്കി. എന്നാ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ശരിക്കും സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മക്കളാകണമെങ്കിൽ ഈ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി സിദ്ധന്മാരുള്ള ഒരു കാലഘട്ടമാണ് അല്ലേ? സിദ്ധന്മാർ എവിടെയുണ്ടെങ്കിലും നമ്മളെല്ലാം അവരുടെ പുറകെ ഓടും. ഏത് സിദ്ധൻ വന്നാലും നമ്മുടെ തലയിൽ കൈവച്ചിട്ട് പറയും, ഇവിടെ എന്നാ ഉണ്ട്? പോരട്ടെ പറ. അച്ചായൻ ഒരു പ്രശ്നമായിട്ട് ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തല കൈ വെച്ചിട്ട് സിദ്ധൻ പറയും, ഇവിടെ എന്നാ ഉണ്ട്? നിങ്ങളുടെ വീട്ടിൽ എന്നാ ഉണ്ട്? കറക്റ്റ്. എന്നാ പറഞ്ഞ? ആരാ പറഞ്ഞേ? ബന്ധനമുണ്ട് ഇല്ലേ? കേട്ടിട്ടില്ലേ? പറ. നിങ്ങളെങ്ങും പോയിട്ടില്ല ഇന്നേ വരെ? എൻ്റെ ദൈവമേ, അബ്ദുൾ ജലീൽ ബാവയെ, ഇവിടെ ഇനി എത്ര അവരുടെ ഇതുപോലെ ഉയരാനുണ്ട്. ശരിക്കും നമ്മൾ ഓർക്കണം, നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കറക്റ്റ് തെളിവാണ് ഈ സാധനം. ഞാനിതിനകത്ത് കുറേ എണ്ണം വായിച്ചു നോക്കി. അതിനകത്ത് കൂടുതലും രോഗസൗഖ്യം, പിന്നെ സമാധാനം, പിന്നെ ഇങ്ങനെ സ്വസ്ഥത, ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് എഴുതി വച്ചിരിക്കുന്നത്. അതോടെ എനിക്ക് മനസ്സിലായി പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യം മനസ്സിലായി. ഏതായാലും കൊള്ളാം. ഏത് സിദ്ധൻ്റെ അരികെ ചെന്നാലും പറയും, നിങ്ങളുടെ വീട്ടിലൊരു ബന്ധനമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കണ്ണിന് ഭയങ്കര പ്രശ്നമാണ്. ഈ അച്ഛനോട് ചോദിച്ചാൽ മതി. ഒരേ സമയം 25 കൂട്ടം കാര്യങ്ങളും ചെയ്യുന്ന മനുഷ്യനാണ് ഞാൻ. ഇല്ലേ അച്ഛാ? എന്നെ കുരുത്തക്കേട് എവിടെ ഇരുന്ന് കാണിച്ചാലും കറക്റ്റ് ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ ശരിക്കും ബന്ധനമുണ്ട് എന്ന് പറയും. എന്നാ സഹോദരങ്ങളെ ഈ ബന്ധനം? പറ.
എന്നതാ ബന്ധനം. ഇന്ന് നമ്മളെല്ലാവരും, ഞാൻ ഓർക്കുക, ഈ അച്ഛൻ പണ്ടിരുന്ന ഒരു പള്ളി, അതേതാണെന്നും അറിയത്തില്ല, വർഷങ്ങൾക്ക് മുമ്പിരുന്നൊരു പള്ളി. ഈ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പിരുന്നൊരു പള്ളിയിൽ ഒരിക്കലും ഞാൻ ഒരു ധ്യാനം നടത്താൻ വേണ്ടി ചെന്നു. എന്നിട്ട് ഈ അച്ഛൻ തന്നെ പറഞ്ഞു, അച്ഛാ പോകുന്ന വഴിക്ക് ആ മനുഷ്യൻ്റെ വീട്ടിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. അതെ, ആരെങ്കിലും ആട്ടെ, എക്സ് ഓർ വൈ. ഏതായാലും പറഞ്ഞത് ഈ അച്ഛനാ. ഞാൻ ഏതായാലും പോകുന്ന വഴിക്ക് ഈ പുള്ളിക്കാരൻ്റെ വീട്ടിൽ കയറിയപ്പോഴാണ് ഫ്രണ്ട് കതക് പൊളിച്ചു മാറ്റിയിരിക്കുന്നു. ഗേറ്റ് 3 എണ്ണം ഉണ്ട് ആ വീടിന്, കിളിവാതിലുണ്ട്, പിന്നെ മുഴുവൻ സ്ഥലത്തും കുരിശ്, ഇങ്ങനെയെല്ലാം. പിന്നെ പണിത് ലാസ്റ്റ് വന്നൊരു സിദ്ധം പറഞ്ഞു, ഈ വീട്ടിൽ കിടക്കാനേ കൊള്ളുകയല്ല. സംഭവിച്ചെന്ത് ചെയ്തു? 75 ലക്ഷം രൂപ മുടക്കി പുതിയൊരു വീടും വെച്ചിരിക്കുക. എന്നാ മാറാൻ? ബന്ധനം മാറാൻ. സത്യത്തിൽ ഞാൻ ആ വീട്ടിൽ ചെന്ന് കുറേ നേരം പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു കാഴ്ച കാണിച്ചു തന്ന കാഴ്ച ഇതായിരുന്നു. ഞാനത് പറയണോ? ശരിക്കും അത് അനുവാദം ഉണ്ടല്ലേ ഞാൻ പറയുള്ളൂ. ആ വീട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു കാഴ്ച കാണിച്ചു തന്നു. ഒരാളിങ്ങനെ വിറങ്ങലിച്ച് ജയിലിൽ കിടക്കുന്നു. ഞാനുടനെ ചോദിച്ചു, ഈ വീട്ടിൽ ആരെങ്കിലും ജയിലിൽ കിടപ്പുണ്ടോ? അല്ലേ, അവരൊരു സംഭവം പറഞ്ഞില്ല. ചുമ്മാ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നു, ജയിലിൽ ആരെങ്കിലും കിടപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ഒരു 7 വയസ്സുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു. അവളെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലൊരാൾ ജയിലിൽ കിടപ്പുണ്ട് അച്ഛാ, വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് ചെന്നപ്പം ഞാൻ കാണുന്നത് മൂത്രത്തിനകത്തൊക്കെ കുളിച്ച് ഒരമ്മച്ചി, ഒരു 88-90 വയസ്സുള്ള ഒരു അമ്മച്ചി ഇങ്ങനെ വിറച്ച് കിടക്കുന്നു. ഞാൻ ആ അമ്മച്ചിയെ കോരിയെടുത്ത് കഴിഞ്ഞ് ആ വീട്ടിലൊരു പെണ്ണുണ്ടായിരുന്നു, അവളോട് ഞാൻ പറഞ്ഞു, കുളിപ്പിച്ചോണ്ട് വാടിയെന്ന് പറഞ്ഞു. കുളിപ്പിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി നല്ല ഡ്രസ്സൊക്കെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു. സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ എന്നിട്ട് ആ അമ്മച്ചിയുടെ തല കൈവച്ചിട്ട് ഞാൻ ഒറ്റ പ്രാർത്ഥന നടത്തിയിട്ടുള്ളൂ, തമ്പുരാനെ, ഈ ഭൂമിയിൽ ഇനി അധികാലം ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യരുത്, ഇടകൊടുക്കരുത്. അന്ന് ഞാൻ കണ്ടു, പെറ്റതള്ളയെ നോക്കാതെ അവർക്കൊരു അൾസിമേഴ്സ് എന്ന് പറയുന്നൊരു രോഗം ചെറുതായിട്ടേ ഉള്ളൂ, വലുതായിട്ടൊന്നുമില്ല, പൂട്ടിയിട്ടിരിക്കുക. എന്നിട്ടാണ് അവൻ സമയത്ത് ഭക്ഷണം പോലും കൊടുക്കാതെ, അവരെ കുളിപ്പിക്കാതെ ബന്ധനം മാറ്റാൻ ലോകം മുഴുവൻ നടക്കുക. സഹോദരങ്ങളെ, ഞാനിത് പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഓർക്കണം, നമ്മുടെയൊക്കെ ആരുടെയെങ്കിലും വീട്ടിൽ കാണും ഇതുപോലെ പൂട്ടിയിട്ടിരിക്കുന്നവർ കണ്ടോ. എന്നിട്ട് നമ്മൾ ഓർക്കണം, തലമുറകൾ പോലും എന്ത് ചെയ്യല, അനുഗ്രഹിക്കപ്പെടുകയല്ല. കണിയാമ്പറമ്പിലച്ചൻ എഴുതിയൊരു ബൈബിളുണ്ട്. അതിനകത്ത് യേശു ബാറാസെറ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൽ 3-ാമത്തെ അധ്യായം 1 തൊട്ട് 13 വചനത്തിൽ പറയുക, അപ്പന്റെയും അമ്മയുടെയും ശാപം മക്കളുടെ അടിത്തറയിളക്കും. കണ്ടോ, അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് മക്കളുടെ അടിത്തറയിളക്കും. 4.5 മാസം മുമ്പ് തൂത്തുട്ടി ധ്യാനകേന്ദ്രത്തിൽ ഒരമ്മയും ഒരു വലിയ ഭീമാകാരനായ ഒരു ചെറുപ്പക്കാരനോടെ കയറി വന്നു. അവ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവന് മാനസിക രോഗം അച്ഛാ, ഒരു ദന്ത ഡോക്ടറാണ് ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനുടനെ ഈ ചെറുക്കൻ്റെ തല കൈവച്ചില്ല, ഈ തള്ളയുടെ തല കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഏതെങ്കിലും വൈദികരുമായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇവരുടെ തല കൈവച്ചിട്ട് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. ഉടനെ എന്നോട് പറഞ്ഞു, ആരും ഇന്ന് ഇവരെ ചോദിക്കാത്തൊരു ചോദ്യമാണ്, ഉണ്ടച്ചാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ പ്രശ്നം? ഉടനെ എന്നോട് പറഞ്ഞു, അച്ഛനൊക്കെ പേപ്പറിൽ വായിച്ചു കാണും, മറിയക്കുട്ടി കൊലക്കേസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. മറിയക്കുട്ടി കൊലക്കേസിൽ, എന്നിട്ട് എന്നോട് പറഞ്ഞു, മറിയക്കുട്ടി കൊലക്കേസിൽ ആ അച്ഛൻ മരിക്കുന്നതിന് 1 ആഴ്ച മുമ്പ് പോയി മനോരമ പേപ്പറിലൊക്കെ എന്ത് ചെയ്തു, അന്ന് വാർത്തയാ, കൊന്നവനെല്ലാം പോയി ഈ അച്ഛൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു, കാല് പിടിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു, അച്ഛാ, ശരിക്കും ഈ മറിയക്കുട്ടി കൊലക്കേസിലെ പിന്നെ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് എൻ്റെ അപ്പനായിരുന്നു. ഈ സ്ത്രീ പറയാ, എൻ്റെ അപ്പനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ ഇത് ചെയ്തിട്ട് ഈ അച്ഛൻ്റെ ഇരിക്കെ പോയി എന്ത് ചെയ്തു, കുമ്പസാരിച്ചു. അന്നേരമാണ് ഞാൻ ഈ കുമ്പസാര രഹസ്യത്തിൻ്റെ ആഴങ്ങൾ എനിക്ക് വെളിപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ എല്ലാ കാര്യങ്ങളും ഒത്താശ ചെയ്തിട്ട് അച്ഛൻ്റെ ഇരിക്കെ കുമ്പസാരിച്ചു. പക്ഷേ ഈ അച്ഛൻ ജയിലിൽ കിടക്കുമ്പോഴും അച്ഛന് സത്യം അറിയാമായിരുന്നു ആരാ കൊന്നതെന്നുള്ള കാര്യം. പക്ഷേ അച്ഛൻ മരിക്കുന്നിടം വരെ ആരോടും എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. ലോകം മുഴുവൻ ഈ അച്ഛനെ വെറുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ കേസിലെ ശരിക്കും പ്രധാന പ്രതി എൻ്റെ അപ്പനായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അപ്പൻ മരിച്ചുപോയി. പക്ഷേ ഞങ്ങളുടെ കുടുംബം എല്ലാം എന്ത് ചെയ്തു, തകർന്നു തരിപ്പണമായിപ്പോയി.
കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഓർക്കാം, ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു കാഴ്ച തന്നു. ഒരു ശവപ്പെട്ടിയിൽ ഇവനെ കൊണ്ടുപോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, തമ്പുരാനെ ഇതെന്നാ? ശരിക്കും 1 മാസം മുമ്പ് അവൻ മരിച്ചുപോയി. ഈ ചെറുപ്പക്കാരൻ, ഈ ദന്ത ഡോക്ടർ, 34 വയസ്സുള്ളവൻ മരിച്ചുപോയി. ഡെങ്കിപ്പനി കൂടി, ഷുഗർ കൂടി അവൻ പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷെ ഞാൻ പറയും, നല്ല കുമ്പസാരമൊക്കെ എടുത്ത് അവൻ മരിച്ചു. പക്ഷേ ഓർക്കണം, തലമുറ എന്ത് ചെയ്തു? ഇല്ലാതായിപ്പോയി. ഒരിക്കൽ ഞാൻ ഹൈറേഞ്ചിൽ പള്ളി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദേവാലയത്തിൽ വലിയ പ്രതിസന്ധികളായിട്ട് പിന്നെ അവിടെ 2 പേര് കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുപോയി. പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു. ശരിക്കും ഈ പള്ളിമുറ്റത്ത് ചെന്നപ്പോൾ വലിയൊരു അന്ധകാരം തലയ്ക്കകത്ത് ഇങ്ങനെ വ്യാപിക്കുക. ഞാൻ എൻ്റെ കയ്യും കാലും എല്ലാം വിറച്ചുപോയി. വീഴാൻ പോയപ്പോൾ ഞാൻ പോയി ആ ഭിത്തിയെ പിടിച്ചപ്പോൾ ഇവൻ ചോദിച്ചു, എന്നാ പറ്റി? ഞാൻ പറഞ്ഞു, എന്നാന്നറിയത്തില്ല, നിങ്ങളുടെ മുറ്റത്ത് വന്നപ്പോൾ തല കറങ്ങുന്ന പോലെ എന്ന് പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു, അച്ഛാ 42 വീട്ടുകാരുണ്ട്, ഒറ്റയൊരെണ്ണത്തിൻ്റെയും വീട്ടിൽ ഗതിയില്ല അച്ഛാ, കാരണം എന്നാന്നറിയത്തില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, 11 വർഷമായ അച്ഛാ ഈ പള്ളി പണിയണമെന്ന് വിചാരിച്ചിട്ട് ചോർന്നൊലിഞ്ഞ് നിൽക്കുക, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ആ പള്ളിക്കകത്ത് നിന്ന് മുട്ടുകൊത്തി പ്രാർത്ഥിച്ചപ്പോൾ ഉറങ്ങല്ലേ, പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു കാഴ്ച കണ്ട കാഴ്ച ഇതാണ്. തക്സ പിടിച്ചൊരച്ഛൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തക്സ പിടിച്ച് മദ്ബഹായി കയറാൻ തുടങ്ങിയ ഒരു വൈദികൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. ഉടനെ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ അപ്പനാ അച്ഛനെ ഇറക്കി വിട്ടെ. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? ഉടനെ ഈ ഒത്തിരി ഹൈറേഞ്ചിൽ ഒത്തിരി ദൂരെയുള്ള സ്ഥലമാണ്. ഒരച്ഛനുമായിട്ടൊരു വിഷയം ഉണ്ടായിട്ട് കറുത്ത ഉപ്പായിട്ട് അച്ഛനെ ഇറക്കി വിട്ടു. അന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ നാവയിൽ ഒരു വചനം നൽകി. 1 സാമുവൽ 15-ാം അധ്യായം 28-ാമത്തെ വചനം. അതിനകത്ത് പറയുന്നൊരു കാര്യമാണ്, സാമുവൽ പ്രവാചകൻ പോകാൻ തുടങ്ങിയപ്പോൾ സാവൂൾ അവൻ്റെ കുപ്പായത്തിൽ കയറി പിടിച്ചു. കുപ്പായം കയറിപ്പോയി. ഉടനെ സാമുവൽ പറഞ്ഞു, ഈ കുപ്പായം കയറിയത് കൊണ്ട് രാജ്യത്വം നിന്നിൽ നിന്ന് എടുത്ത് നിന്റെ അയൽക്കാരന് കൊടുക്കും. ഓർക്കുക, ഒരു ക്രിസ്ത്യാനി ഒരു പുരോഹിതന്റെ കുപ്പായത്തിൽ കയറി പിടിച്ചാൽ, ഒരു പുരോഹിതനെ അപകീർത്തിപ്പെടുത്തിയാൽ, ഒരു പുരോഹിതനെതിരെ നോട്ടീസുകൾ അടിച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാവോ? അവൻ്റെ രാജ്യത്വ കൃപ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോവുക. സഹോദരങ്ങളെ, നമ്മളൊക്കെ രാജകീയ പുരോഹിത ഗണത്തിൽപ്പെട്ടതാ, ഞാനും നിങ്ങളും എല്ലാം. പക്ഷേ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്ത് എന്ത് ചെയ്തു? ഒരു പുരോഹിതനാക്കി. ഞാൻ പറയും, പുരോഹിതനും പൗരോഹിത്യവും രണ്ടാ. പുരോഹിതനും പൗരോഹിത്യവും രണ്ടാ. നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്നത് 40-45 വയസ്സിന് മുകളിലുള്ള മനുഷ്യരാണല്ലോ. ഞാൻ നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ പള്ളിയിൽ വിശുദ്ധനായ അച്ഛനും ഈ സഭയിൽ വിശുദ്ധയായ കന്യാസ്ത്രീകളും വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവയ്ക്കേ. ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേട്ടിട്ടേ കൈവെക്കാവുള്ളൂ. വിശുദ്ധനായ അച്ഛനും വിശുദ്ധനായ കന്യാസ്ത്രീയും വിശുദ്ധയായ കന്യാസ്ത്രീയും ഈ സഭയിൽ വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവയ്ക്കുക. വിശുദ്ധനായ അച്ഛനും വിശുദ്ധയായ കന്യാസ്ത്രീയും വേണമെന്ന് ആഗ്രഹമുള്ളവർ. നിങ്ങൾക്കാർക്കും വിശുദ്ധരായവർ വേണ്ടേ? വേണം. വിശുദ്ധനായ അച്ഛനും വിശുദ്ധനായ കന്യാസ്ത്രീയും വേണമെന്ന് ആഗ്രഹമുള്ളവർ ആരും കൈതാത്തിടല്ലേ. നിങ്ങളാരും എന്നെ ഈ പണിക്ക് പോകാഞ്ഞേ? ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ. നമുക്കിന്നൊരു അച്ഛൻ വന്നാൽ അച്ഛനെക്കുറിച്ച് കുറ്റവാ, അച്ഛനെക്കുറിച്ച് പ്രശ്നമാ. പക്ഷേ നമ്മൾ ഓർക്കണം, നമ്മളിൽ എത്ര പേർ ഇതിന് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്? ചിന്തിച്ചു നോക്കിയേ. ഒരു കന്യാസ്ത്രീ ഏതെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ നമ്മളിത് ലോകം മുഴുവൻ പ്രഘോഷിക്കും. പക്ഷെ ഓർക്കണം, ഏതെങ്കിലും ശരിക്കും ഞാൻ ഓർക്കുക, എൻ്റെ ജീവിതത്തിലെ ഞാൻ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം എന്നാണെന്നറിയോ? 75 വയസ്സുള്ള ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനോട് പോയി പറയണം, അച്ഛാ എത്രയും പെട്ടെന്നൊരു ധ്യാനം കൂടണം. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുക്കൽ ഉപദേശിക്കണമെന്ന് വിചാരിച്ചു. അച്ഛാ പറ്റുമെങ്കിൽ സക്കറിയാച്ചനെ പോലെ ആകണം. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ പള്ളിയിൽ ചെന്ന് പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് കുർബാനയ്ക്ക് ചെന്നു. അപ്പോൾ പ്രഭാത പ്രാർത്ഥന എന്നാന്നൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷേ പ്രഭാത പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ വിചാരിച്ചു, സമയം കിട്ടുകയാണെങ്കിൽ അച്ഛൻ്റെ ചെവിയിൽ എന്ത് ചെയ്യണം, പറ്റുമെങ്കിൽ ഒരു ധ്യാനം കൂടണമെന്ന് പറയണമെന്നിങ്ങനെ കൊതിച്ച് നിൽക്കുന്ന സമയത്താണ് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ അപ്പം എടുത്ത് വാഴ്ത്തുമ്പോൾ എന്നോട് ആ അപ്പത്തിൽ നിന്ന് ഒരു അശരീരി സൗണ്ട് കേട്ട സൗണ്ട് ഇതായിരുന്നു. ശരിക്കും നിന്റെ പള്ളിയിലെ അച്ഛനെ വിശുദ്ധനാക്കണമെന്നാണല്ലോ നിനക്ക് ആഗ്രഹം. എന്നിട്ട് എന്നോട് ചോദിച്ചു, 75 വയസ്സുള്ള അച്ഛൻ മാറുന്നതാണോ നല്ലത്,
24 വയസ്സുള്ള നീ എനിക്ക് വേണ്ടി വരുന്നതാണോ നല്ലത്? നമ്മളൊരാളോരെങ്കിലും ഇങ്ങനത്തെ ഒരു ചോദ്യം ഇതിനു മുമ്പ് പരിശുദ്ധാത്മാവ് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. പക്ഷേ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, 75 വയസ്സുള്ള അച്ഛൻ മാറുന്നതിനേക്കാട്ടിലും നല്ലത് 24 വയസ്സുള്ള നീ മാറുന്നതാണ് നല്ലത്. അപ്പം ഞാൻ പറഞ്ഞു, തമ്പുരാനെ ശരിയാ, 75 വയസ്സുള്ളവനെ നന്നാക്കാൻ പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. സത്യത്തിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടിയപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീടും എൻ്റെ സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ചു. ഒരു ജീവിതം ഉണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇറങ്ങി. ഒരു പൂർണ്ണസമയ സന്യാസ വൈദികനായിട്ട് ഞാൻ തീർന്നു. അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു തിരിച്ചറിവാണ്. ഞാൻ ഓർക്കാറുണ്ട്, ഞാനൊരു വൈദികനെയും കാര്യമായിട്ടൊന്നും കുറ്റം പറയാറില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയാം. ഞാൻ ഓർക്കാറുണ്ട്, ഞാനും ഈ അച്ഛനോടൊക്കെ ഒരിക്കൽ ഒരു 15 ദിവസത്തെ ധ്യാനത്തിന് പോയി. ഞങ്ങളുടെ കൂടെ ഒരു 80ഓളം സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, 20ഓളം അച്ഛന്മാരുണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയോ? ശരിക്കും യാക്കോബായ സഭയെന്ന് ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? ഞങ്ങൾ 2 പേരും. പക്ഷേ ഈ വന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 95ഓളം പേരെ കൗൺസിലിംഗ് ചെയ്യാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നു. കാരണം അതിഭയങ്കരമായിട്ട് വരദാനങ്ങൾ കൊണ്ട് ആ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അങ്ങ് നിറച്ചു. ഈ അച്ഛൻ്റെയൊക്കെ പ്രത്യേകത, നടന്നു പോകുന്ന മനുഷ്യനെ നോക്കിയിട്ട് പറയും, ഞാൻ തന്നെ അവസാനം ജീവനം കൊണ്ട് ഈ മനുഷ്യൻ്റെ ഇരിക്കുന്ന ഓടി. കാരണം അതുപോലെ പരിശുദ്ധാത്മാവ് അങ്ങ് അനുഗ്രഹിച്ചു. സത്യത്തിൽ ഇതുങ്ങളെല്ലാം കൗൺസിലിംഗ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഒരു പാവപ്പെട്ട അപ്പൻ്റെയും പാവപ്പെട്ട അമ്മയുടെയും മക്കളായിട്ട് ജനിച്ചു. ജീവിതത്തിൽ കുറേ കുറവുകളൊക്കെ ഉണ്ടെന്നേ, പക്ഷേ വിളിച്ചതാരാ? ഇച്ചിരി മുമ്പേ നമ്മൾ കൈപൊക്കി. വിശുദ്ധനായ അച്ഛനും വേണം, പിന്നെ ആര് വേണം? അതിനു മുമ്പ് ഞാനൊരു ചോദ്യം പറഞ്ഞു, ദൈവത്തിൻ്റെ മക്കളുടെ സ്വഭാവവും പിശാചിൻ്റെ മക്കളുടെ സ്വഭാവവും. അതിൽ പിശാചിൻ്റെ മക്കളുടെ സ്വഭാവം ഇല്ലാത്തവർ കൈപൊക്കാൻ പറഞ്ഞിട്ട് ആരുമില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നതിനും ഏത് സ്വഭാവമേ കാണുള്ളൂ? നമ്മുടെ സ്വഭാവമേ കാണുള്ളൂ. പിശാചിൻ്റെ സ്വഭാവമല്ല, ആരുടെ സ്വഭാവം? അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വഴിയിൽ അവർ കാല് തട്ടി വീണാൽ നമ്മളത് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ സഹോദരങ്ങളെ? പറ. ഈ തിരിച്ചറിവ് കിട്ടിയാൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എല്ലാ വിശുദ്ധ ഈ ഭൂമിയിൽ ഞാനൊരു ബലഹീനനാണെന്ന് പരസ്യമായിട്ട് മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതാരാന്നറിയോ? ഒരു പുരോഹിതനാണ്. ശരിക്കും നമ്മൾ ഈ ഇരിക്കുന്ന ഒരു മനുഷ്യനും ഞാനൊരു ബലഹീനനാണെന്ന് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ എന്ത് ചെയ്യല, പറയല. സത്യത്തിൽ ഇത് കാണണേ എവിടെ വരണം? പള്ളി വരണം. ലാസ്റ്റ് കുർബാനയുടെ ലാസ്റ്റ് വലിയ ബലി, ദൈവത്തിനുള്ള ബലി അർപ്പിച്ചതിന് ശേഷം പുരോഹിതൻ പറയും, ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. എന്നിട്ട് പറയും, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ ഞാൻ കരുണയും കൃപയും പ്രാപിക്കുവാൻ ഇടയായിത്തീരട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ കരുണയുള്ളവനും കൃപയുള്ളവനുമായി മാറണമെങ്കിൽ ആര് പ്രാർത്ഥിക്കണം? അങ്ങനെയാണെങ്കിൽ ഈ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ വീണുപോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരുടേതാണ്? ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? എനിക്ക് തിരിച്ചറിവ് കിട്ടി അന്ന് തൊട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയ പണി എന്നാണെന്നറിയോ? ഈ സഭയിലെ മുഴുവൻ വൈദികൻ്റെയും പേര് കളക്ട് ചെയ്ത് മുട്ടുകുത്തി ആ വൈദികന് വേണ്ടി ബലിയർപ്പിക്കാൻ തുടങ്ങി. എനിക്ക് ജീവിതത്തിൽ സെമിനാരി പഠിക്കുമ്പോഴാണ് ഈ ഒരു തിരിച്ചറിവ് കിട്ടിയേ. ഞാൻ ചെയ്തത് എല്ലാ വൈദികരുടെയും പേര് കളക്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാ വർഷവും സെമിനാരി പോവും, ആരെങ്കിലും പിള്ളേരെ വിടും, സെമിനാരി പഠിക്കാൻ വരുന്നവരുടെ മുഴുവൻ പേരെടുക്കും, മഠങ്ങളിൽ പോയി സിസ്റ്റേഴ്സിൻ്റെ മുഴുവൻ പേരെടുക്കും. എന്നിട്ട് അതുങ്ങൾക്ക് വേണ്ടി രാത്രി മുഴുവനൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ സത്യത്തിൽ ഞാൻ ഓർക്കാറുണ്ട്, എത്രയോ വഴികളിൽ അനേകായിരങ്ങളെ രക്ഷിക്കാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പള്ളി കുർബാന ചൊല്ലുന്നൊരു അച്ഛന് ഒരു ബലഹീനത വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരുടെയാ? അവനവൻ്റെയാ. എന്നെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്നാൽ നമ്മൾ ഓർത്ത് നോക്കിയേ, ഇന്ന് അച്ഛനൊന്ന് ദേഷ്യപ്പെട്ടാൽ പിറ്റേ ദിവസം നമ്മൾ കൊടി പിടിക്കും. പിന്നെ അടുത്ത നമ്മൾ മാർച്ച് ചെയ്യും. എങ്ങോട്ട്? മെത്രാച്ചൻ്റെ അരമനയിലേക്ക്. കാരണം ഇന്നൊരു ഗതികേടുടെ പറ്റി യാക്കോബക്കാരൻ്റെ പള്ളി മുഴുവൻ ആരുടെയാ? ഇടവക്കാരുടെ. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയോ? ഇവിടുന്ന് യേശു ജീവനം കൊണ്ട് ഓടിയിട്ട് എത്ര കാലം കഴിഞ്ഞു? പല പള്ളിയിലും ദൈവമില്ല സഹോദരങ്ങളെ. പല ദേവാലയങ്ങളിൽ നിന്നും യേശു ജീവനം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥലം വിട്ടിട്ടുണ്ട്. രാവിലെ തിരുമേനി ക്ലാസ് എടുത്തപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവനോട് പറഞ്ഞു, നീ പ്രസംഗിക്കേണ്ടത് ഇതാ. കണ്ടോ, ഇവിടെ യേശുവിനെ പിടിച്ചു നിർത്തണേ ആര് വേണം?
ആര് വേണം പറ? ആര് വേണം? ഈ ദേവാലയം ആരുടേതായി മാറണം? നമ്മുടേതല്ല. ഈ ദേവാലയം ദൈവത്തിൻ്റെതെന്ന് മാറണം. അങ്ങനെയാണെങ്കിൽ ഈ ദേവാലയം ദൈവത്തിൻ്റെതാണെങ്കിൽ ഇതിനകത്തിരുന്ന് വാചകം ഓടിക്കുമോ? പറ. ഇതിനകത്തിരുന്ന് കമ്പറ്റി കൂടുമ്പോൾ അല്ലെങ്കിൽ പൊതുയോഗം കൂടുമ്പോൾ ഇരുടാ അവിടെ ഡാഷ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരുന്ന് എടാ പോടാ ഡാഷയെ വിളിക്കുന്നുണ്ടെ മനസ്സിലാക്കണം, ഇവിടുന്ന് ആര് പോയിട്ടുണ്ട്? ഇവിടുന്ന് ആര് പോയിട്ടുണ്ട്? പറ. ദൈവം പോയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾക്ക് ജീവനില്ലാത്തതിൻ്റെ പിന്നിലത്തെ കാരണം ഇവിടെ നിന്ന് ദൈവം എന്ത് ചെയ്തു? ഇതുകൊണ്ടാണ് രാവിലെ തിരുമേനി പറഞ്ഞേ, ഇവിടെ അഭിഷേകം ഉണ്ടാകണേൽ ആര് നന്നാകണം? ഞാൻ പഠിപ്പിച്ച കാര്യം നിങ്ങൾ ഓർത്തിരിപ്പുണ്ടെന്ന് അറിയത്തില്ല. നമ്മളൊക്കെ ആരാന്നാ പറഞ്ഞേ? ദൈവങ്ങളാണ്. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്വം ഇവിടെ പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ ആര് നന്നാകണം? ആര് നന്നാകണം? ഞാൻ നന്നാകണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ ഓരോ സ്വഭാവവും എന്ത് ചെയ്യണം? നമ്മൾ മാറ്റണം. ആട്ടെ, ഇനി പറഞ്ഞ പിശാചിൻ്റെ പല സ്വഭാവങ്ങളും വെളിച്ചത്തിൽ നമ്മൾ ചെയ്യാറുണ്ടോ? വെളിച്ചത്തിൽ നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. എപ്പോഴും എങ്ങനെ ചെയ്യാറുള്ളൂ? നമുക്ക് അവസരവും സാഹചര്യവും കിട്ടുമ്പോൾ ഒതുക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും, ഈ ഭൂമിയിൽ ഇന്ന് ഏറ്റവും മനുഷ്യൻ്റെ പ്രത്യേകത, ഒരു 98% മനുഷ്യനും കപടതയുടെ കൂമ്പാരവാ. എന്താ? നമ്മുടെയൊക്കെ ഉള്ളിലൊരു മനുഷ്യനുണ്ട്, പുറത്ത് വേറൊരു മനുഷ്യനും ഉണ്ട്. അമ്മച്ചി കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി? 40 കൊല്ലം ആകുമ്പോൾ അമ്മച്ചിയുടെ മുഴുവൻ കാര്യങ്ങളും കെട്ടിയാൻ അറിയാവോ? ഇച്ചിരി നേരം പോവും. അത്തായിപ്പറമ്പിൽ അച്ഛനോട് ചോദിച്ചാൽ അറിയാം. ഏറ്റവും കുറഞ്ഞ ഒരു വർഷം ഒരു 25,000 മനുഷ്യനെങ്കിലും കുമ്പസാരിപ്പിക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഒരു 15,000 പേരെങ്കിലും കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്നാ? ഈ ഭൂമിയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അറിയാവോ? എങ്ങനെ അറിഞ്ഞാൽ അന്ന് നമ്മളെ മൊഴി ചൊല്ലും. അങ്ങനെയാണെങ്കിൽ അന്ന് നമ്മളെ എന്ത് ചെയ്യും? എന്ത് ചെയ്തിരിക്കും? ഡൈവോഴ്സ് ചെയ്തിരിക്കും. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ പിന്നിലത്തെ കാരണം കപടതയുടെ കൂമ്പാരമായ മനുഷ്യനാ. ഇതുകൊണ്ടല്ലേ തമ്പുരാൻ പറഞ്ഞേ, കപടഭക്തരായ ഫരീസിയരെ നിങ്ങൾക്ക് ദുരിതം. ഉണ്ടോ? വീണ്ടും ഞാൻ തിരിച്ചു വരിക, സമയം പോയി. ശരിക്കും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വേറൊരു കാര്യമുണ്ട്, വേറൊരു വലിയ പാപമുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു പാപം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിങ്ങൾ മടുത്തോ ജമനെ? നമുക്കൊരു 4 ലൈൻ പാട്ട് പാടാം. ചിലരൊക്കെ മടുത്തെന്നാണ് തോന്നുന്നത്. മടുത്തോ? ഒരു കാര്യം ചെയ്യാം, മടുത്തില്ലെങ്കിൽ പാട്ട് പാടണ്ടേ മോനെ? വീട്ടിൽ നിന്ന് 2 കൈയും കൊണ്ടുവന്നിട്ടുള്ളവരൊന്ന് കൈവെക്കാവോ? ചിലർ ഒരു കൈയെ പൊക്കിട്ടുള്ളൂ. ഈ ടവലൊക്കെ താത്തിട്, ബുക്കും താത്തിട്, എല്ലാം മടി വൈ. 2 കൈയും, ഈ 2 കൈയും നല്ലപോലെ ഒന്ന് കൂട്ടി തിരുമ്മിക്കേ. അയ്യോ, കൈ അടിക്കാനല്ല, കൂട്ടി തിരുമാനാ പറഞ്ഞത്. തിരുമാൻ അറിയത്തില്ല, ചമ്മന്തി അരയ്ക്കുന്ന പോലെ തിരുമിക്കേ. അയ്യോ അച്ഛാ, മിക്സിയാ ഞങ്ങളുടെ വീട്ടിലുള്ളതെന്ന്. നല്ലപോലെ തിരുമി. അയ്യോ, അഭിഞ്ഞ തിരുമാനല്ല, നല്ല സ്പീഡിൽ തിരുമിക്കേ. സ്പീഡിൽ. റെഡി, 1 2 3 സ്റ്റാർട്ട്. നല്ല സ്പീഡിൽ തിരുമ. ചൂടായോ കയ്യ്? നമ്മുടെ കണ്ണേലും തൂക്കാവോ? ഒന്നുകൂടെ തിരുമിക്കേ കയ്യ്, നല്ല സ്പീഡിൽ. ഇപ്പം മനസ്സിലായില്ലേ അതൊരു കൊനക്ഷൻ അല്ലെന്നുള്ള കാര്യം? നല്ല സ്പീഡിൽ തിരുമിക്കേ. എല്ലാവരും കണ്ണാടിയും കൂടെ ഒന്ന് എടുത്ത് മാറ്റിക്കേ. കണ്ണാടിയും കൂടെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നല്ല സ്പീഡിൽ തിരുമിക്കേ. കൈ നല്ല സ്പീഡിൽ. നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ കണ്ണേലും തൂത്തേ കൈ. നോക്കണേ, ഇതാണ് തമ്പുരാൻ പറഞ്ഞേ. കണ്ടോ, ആദ്യം ഇത്രയും ചുണയുണ്ടായിരുന്നോ? സ്വന്തം കണ്ണിലേ കോല് എടുത്തിട്ട് വേണം പിന്നെ എന്ത് ചെയ്യാൻ. പക്ഷെ നമുക്ക് ഉത്സാഹം എന്തിനായിരുന്നു കൂടുതൽ? വല്ലവൻ്റെ കണ്ണെ തൂക്കാനായിരുന്നു. ഇത് മാറ്റണം. അതേ ഉത്സാഹം എവിടെ വേണം? അങ്ങനെയാണ് ഇനി ആത്മാർത്ഥമായിട്ട് നല്ലപോലെ കൈതരുമിക്കേ. നമ്മുടെ സ്വന്തം കണ്ണെ തൂക്കാൻ വേണ്ടിയാ. പണ്ടൊരിക്കെ തൂത്തൊട്ടിൽ ഞാനിത് ജയിച്ചപ്പം ഒരു അമ്മച്ചി മറ്റേ തൊട്ടടുത്ത അമ്മച്ചി ഇവരുടെ നാത്തൂനുമായിരുന്നു. കിട്ടിയ അവസരം പാഴാക്കില്ല. കണ്ണ് എന്ത് ചെയ്തു?
കൈ കണ്ണിനെ അത് കുത്തി ഇറക്കി കളഞ്ഞു. അല്ല, നമുക്കൊന്ന് നമ്മുടെ കണ്ണെ തൂക്കാം നല്ല ആത്മാർത്ഥമായിട്ട്. തൂത്തോ കണ്ണെ തൂത്തോ. ഇനി അടുത്തത്, ഞാൻ ഒന്നേന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം കൈ കൊട്ടണം. എങ്ങനെയാ? രണ്ടേന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം കൈ കൊട്ടണം. 3 പറയുമ്പോൾ കൈ കൊട്ടരുത്. 4 പറയുമ്പോൾ 5 പ്രാവശ്യം കൈ കൊട്ടണം. എങ്ങനെയാ? 1 2 3 അടിച്ചു. 4 3 അടിച്ചു. 2 3 അടിച്ചു. 4 2 3 അടിച്ചു. തൊട്ടടുത്തിരിക്കുന്ന ഒരു ഷെയ്ക്ക് ഹാൻഡ് കൂടെ കൊടുക്കാം. മതി. ഏതായാലും സഹോദരങ്ങളെ, ഒരു കൊച്ചു കാര്യവും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് ശരിക്കും ഒരു പ്രാർത്ഥനയിലും ആരാധനയിലേക്കൊക്കെ കടക്കാം. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെക്കുറിച്ച് ബൈബിൾ ഒരു കാര്യം പറയുന്നുണ്ട്. യേശു ആരാണെന്ന് ഇച്ചിരി വെള്ളം തരൂ കുടിക്കാൻ. ദൈവത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻ 1 യോഹന്നാൻ 4 അധ്യായം 8 16 വചനം. ദൈവം ആരാണ്? ദൈവത്തെക്കുറിച്ചുള്ള ഡെഫിനിഷനാണ് 1 യോഹന്നാൻ 4 അധ്യായം 8 16 വചനം. ദൈവം ആരാണ്? അയ്യോ പറഞ്ഞ, ദൈവം ആരാണ്? ദൈവം സമം സ്നേഹം എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിശാചാരാ? ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? ദൈവം ആരാണെന്നാ പറഞ്ഞേ? അങ്ങനെയാണ് പിശാചാരാ? അങ്ങനെയാണെങ്കിൽ പിശാചിനെ എവിടെ ചെന്നാൽ കാണാം? വീട്ടിൽ ചെന്ന് കണ്ണാടി നോക്കിയാൽ മതി, കാണാം. ആരാ? ദൈവം സ്നേഹമാണെങ്കിൽ വെറുപ്പാരാ? ഇനി ഞാൻ ഇതിനേക്കാളും നല്ല രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഒരു ഉദാഹരണം പറയാം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് ഒരാളെ കൊന്നു എന്ന് തെളിഞ്ഞാൽ, ശരിക്കും സാക്ഷി വിസ്താരമൊക്കെ നടത്തി കൊന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ നോർമലായിട്ട് കിട്ടുന്നൊരു ശിക്ഷ ഏതാ? ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 14 വർഷം അല്ലേ? ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരിക്കുന്നിടം പറയുന്ന. പക്ഷേ അത് ചില സർക്കാരുകൾ എന്താക്കി മാറ്റി? 14 മാറ്റി. പിന്നെ നല്ല രാഷ്ട്രീയ പിടിപാടൊക്കെ ഉണ്ട്, അതിൽ എത്രയായിട്ട് കുറയും? ഒരു 7 ആകും, 8 ആകും അല്ലേ? ഇങ്ങനെയൊക്കെ വരും. എന്നാണേലും കൊള്ളാം, നോർമലായിട്ട് പിടിപാടൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിലാണെങ്കിലും 10 വർഷം എന്ത് ചെയ്യണം? കിടക്കണം. ആരെ കൊന്നാൽ? ഒരാളെ കൊന്നു എന്ന് വെളിവായി കിട്ടിയാൽ ആ വ്യക്തിക്ക് ഏറ്റവും കുറഞ്ഞത് 10 വർഷം എങ്കിലും എവിടെ കിടക്കണം? ജയിലിൽ കിടക്കണം. അപ്പോൾ ഇനി നമ്മളൊരു വചനം പഠിക്കുക. 1 യോഹന്നാന്റെ ലേഖനം 3 അധ്യായം 15 വചനം. ഏതാ വചനം? 1 യോഹന്നാന്റെ ലേഖനം 3 അധ്യായം 15 വചനം. ഒന്ന് വായിച്ച ചോമനെ. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. സഹോദരനെ വെറുക്കുന്നവൻ ആരാണ്? കൊലപാതകി. നിങ്ങൾ ഇവിടെ ഉണ്ടെന്നറിയാൻ വേണ്ടി വന്നാ ഞാൻ. അപ്പോൾ സഹോദരനെ വെറുക്കുന്നവൻ ആരാണ്? കൊലപാതകിയാണ്. കൊലപാതകിയിൽ എന്ത് വസിക്കുന്നില്ല? നിത്യജീവൻ വസിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ട ഒരു കാര്യം 1 യോഹന്നാന്റെ ലേഖനം 3 അധ്യായം 15 വചനത്തിൽ പറയുകയാണ്, സഹോദരനെ വെറുക്കുന്നവൻ ആരാണ്? കൊലപാതകിയാണ്. കൊലപാതകിയിൽ ആര് വസിക്കുന്നില്ല? നിത്യജീവൻ വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓർക്കുക, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു ആൻറ്റിയെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ ചോദിച്ചു, ആൻറ്റിക്ക് ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഉണ്ടോ? ഉടനെ അവർ പറഞ്ഞു, എനിക്കാരോടും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യമോ ഒന്നുമില്ലെന്ന് പറഞ്ഞു. നല്ല ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഓരോ വചനങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഞാൻ കണ്ട ഒരു കാഴ്ച. അവർക്ക് കഠിനമായ വെറുപ്പ് ഒരു 80 പേരോടുണ്ട്. ഒരു 80 പേരോട്. നിങ്ങൾ വെച്ചു ഉയ്യോന്ന്. ഇവിടെ ഓരോന്നിനെയും അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കൗൺസിലിംഗ് നല്ല നീറ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ മനസ്സിലാക്കാൻ പറ്റും. ആ 80 വെറും ഈസിയാ. നമ്മുടേതൊക്കെ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും പറ്റത്തില്ല. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. മിക്കവാറും
എല്ലാ ക്രിസ്ത്യാനിയും ജീവിതകാലം മുഴുവൻ എവിടെയാണ് കിടക്കുന്നേ? ജയിലില്ല. കറക്റ്റ്. കഴിഞ്ഞ ഇടയ്ക്ക് ഈ 2 കാലയിലും ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീ വന്നു. ശരിക്കും കുരുക്കളാണ് മൊത്തം, ഈ ബോണ്ട പോലെ ഉണ്ട് ഓരോ കുരുക്കൾ. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയൊരു സംഗതി, ഇവരെ പിന്നെ കീമോയ്ക്ക് ചെന്നപ്പം നമ്മുടെ തൂത്തുട്ടിലൊരു SP വന്ന് ക്ലാസ് എടുക്കാറുണ്ട്. പുള്ളിക്കാരൻ്റെ മകൻ ക്യാൻസർ രോഗം വന്ന് സുഖപ്പെട്ടതാണ്. അപ്പോൾ പുള്ളിക്കാരൻ SP ആയിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം പുള്ളി ദൈവ ശുശ്രൂഷയ്ക്ക് ഫുൾ ടൈം നടക്കാം, നമ്മുടെ യാക്കോബേക്കാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ പുള്ളി എല്ലാ മാസവും പോയി ഒരു രോഗിക്ക് ഒരു കീമോയ്ക്കുള്ള പൈസ കൊടുക്കും. അന്ന് പുള്ളി ഈ RCC ചെന്നപ്പോൾ കണ്ടത് ഈ സ്ത്രീയെയാണ്. പക്ഷേ പുള്ളിക്കാരന് പരിശുദ്ധാത്മാവ് ഉള്ളിൽ തോന്നിച്ചതുകൊണ്ട് ഇങ്ങനെ തോന്നി, ഇവരോട് പറയാം തൂത്തുട്ടി പോയൊരു ധ്യാനം കൂടാൻ. അപ്പോൾ പെട്ടെന്ന് ഈ സ്ത്രീയോട് പറഞ്ഞു, സഹോദരി, ഞാൻ നിനക്ക് അടുത്ത മാസത്തെ കീമോയ്ക്കോടുള്ള പൈസ തരാം, പക്ഷേ ഒരു കണ്ടീഷൻ, ധ്യാനകേന്ദ്രത്തിൽ പോയി എന്ത് ചെയ്യണം? ഒരു ധ്യാനം കൂടണം. ഉടനെ ഇവർ ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ട് തിങ്കളാഴ്ച ദിവസം ഒരു 10 മണിയായപ്പോൾ വന്നിട്ട് ഞാനവിടെ നിൽക്കുമ്പോൾ, ഞാൻ ശരിക്കും കൂടുതൽ സമയം സിവിൽ ഡ്രസ്സിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഫുൾ ടൈം കുപ്പായം തൂത്തുട്ടി ധ്യാനകേന്ദ്രത്തിനകത്ത് ഞാൻ ഇടാറില്ല, പാൻറ് ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ അതുവഴി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു, കുര്യനച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ സാധനമാണ് ഞാൻ. ഉടനെ എന്നോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ ക്യാൻസറാണ്. അവിടെ ഇവരിങ്ങനെ ഇവരുടെ ഈ നൈറ്റി ഇങ്ങനെ പൊക്കി കാണിച്ചപ്പോൾ നമുക്ക് തന്നെ ഞെട്ടിപ്പോവും, കാരണം അതുപോലെ ഇങ്ങനെ ഇരിക്കാം. ഉടനെ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ ക്യാൻസർ ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു, SP ഇങ്ങനെ പറഞ്ഞു വിട്ടാണ് ഞാൻ വന്നത് എനിക്ക്. എന്നിട്ട് ഉടനെ അവരെന്നോട് പറഞ്ഞു, എനിക്ക് ഈ ഭൂമിയിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. എന്നിട്ട് അതിന് ശേഷം ഇവരെന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ വന്നത് അടുത്ത മാസത്തെ കീമോയ്ക്കുള്ള പൈസ കിട്ടും ധ്യാനം കൂടിയാൽ, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ ഒന്നിനും എന്ത് ചെയ്യരുത്, നിർബന്ധിക്കരുത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ ഹോളി വരും, അല്ലെങ്കിൽ ഞാൻ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങും. അതുകൊണ്ട് അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്, ഇതെൻ്റെ ഒരു അപേക്ഷയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നടന്നുപോയി. ഒരു 5 മണിയായപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഭയങ്കര പെയിൻ കില്ലർ വല്ലതും ഉണ്ടേ തരാൻ പറഞ്ഞു. അപ്പം എനിക്കതിന് 1 മാസം മുമ്പ് ഒരു ഭയങ്കര വേദനയുണ്ടായി. വേദനയെന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും എനിക്ക് രാത്രി ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് വയറിനകത്ത് ഒരു വേദന ഇങ്ങോട്ടുണ്ടായിട്ട്, ഈ ആമാശയത്തിനതെല്ലാം വേദനയായിട്ട് ശരിക്കും ഈ മോഷനൊന്നും പോകാതെ ഭയങ്കര ബ്ലോക്കാവും. എന്ന് പറഞ്ഞാൽ ഞാൻ വേദന കൊണ്ട് പൊളയാറുണ്ട്. അപ്പം അങ്ങനെ എനിക്കിങ്ങനെ ഒരു കുറേ പ്രാവശ്യം ഇങ്ങനെ ആയപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഞാനൊരു ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അച്ഛാ ഏറ്റവും കട്ടി കൂടിയ ഒരു മരുന്നാണ് തരുന്നത്, അച്ഛൻ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വേദന സ്റ്റാർട്ട് ചെയ്യുമെന്നെങ്ങാനും തോന്നിയാൽ മാത്രമേ ഈ മരുന്ന് കഴിക്കാവുള്ളൂ. അപ്പോൾ ഈ മരുന്ന് കഴിച്ചാലത്തെ ഒരു പ്രത്യേകത എന്താ പറയുക, ഈ ഒരു ഗുളിക കഴിച്ചാൽ നമ്മൾ 10 മണിക്കൂർ കിടന്ന് ഉറങ്ങിപ്പോവും. നമ്മളെ ഭൂകമ്പം ഉണ്ടായാൽ പോലും നമ്മൾ ആരും എന്ത് ചെയ്യല അറിയത്തില്ല, അത്രയും പിന്നെ കട്ടിയുള്ള മരുന്നാണ് എനിക്കിവർ തന്നത്. ഞാൻ ഏതായാലും കൊള്ളാം, ഇത് മേടിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ട് ഈ ഡോക്ടറെ കണ്ടതിന് ശേഷം ഒരു 14-15 ദിവസത്തിന് ശേഷം എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു വേദന ഉണ്ടായി. ഞാൻ ഉടനെ ഈ മരുന്നെടുത്ത് കഴിച്ചു, കാരണം നിൽക്കക്കൊള്ളില്ലാത്ത വേദനയാണ്. ഞാൻ ഈ മരുന്നെടുത്ത് കഴിച്ചു, പെട്ടെന്ന് തന്നെ എൻ്റെ വേദന വിട്ടുപോയി. പക്ഷേ ഞാൻ കിടന്നു ബോധം കെട്ട് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ 8 മണിയായപ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കൂടെ അന്ന് അലൻ എന്ന് പറയുന്നൊരു പയ്യനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അലനെ എൻ്റെ മേശപ്പുറത്ത് ആ മരുന്നിരിപ്പുണ്ട്, അത് ഇവർക്കൊന്നെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും കൊള്ളാം, ശരിക്കും സഹോദരങ്ങളെ, ഇവൻ എന്ത് ചെയ്യുന്നറിയാം, ഈ ഒരു സ്ട്രിഫ് മരുന്നും 11 ഗുളിക എടുത്ത് ഇവർക്ക് കൊണ്ട് ഞാൻ കൊടുത്തു. ഈ സ്ത്രീ ചെയ്ത ഒരു കാര്യം, ഞാൻ ഈ ഒരു ഗുളിക കഴിച്ചിട്ട് ഞാൻ എഴുന്നേറ്റത് 10 മണിക്കൂറിന് ശേഷമാണ്. ഇവർ ചെയ്തതെന്നാണെന്നറിയോ, പിറ്റേ ദിവസം 4 മണിയായപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ തന്ന മുഴുവൻ മരുന്ന് ഞാൻ കഴിച്ചു, എന്നിട്ടും ഇനിയും എനിക്ക് വേദനയാണ്. ഏതാണ്ട് 24 മണിക്കൂറായപ്പോഴത്തേനും ഇവർ 11 ഗുളിക കഴിച്ചു തീർത്തു. എന്നിട്ടും ഇവരുടെ വേദന എന്ത് ചെയ്യുന്നില്ല, മാറില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ്. ഈ ഒരു ഗുളിക കഴിച്ചിട്ട് തന്നെ എൻ്റെ 10 മണിക്കൂർ നേരം ഞാൻ ബോധം കെട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ ശരിക്കും ഇവരുടെ പറച്ചിൽ കേട്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഇത് സാധാരണ സംഭവമല്ലല്ലോ, ഇത് ഇവർക്ക് മാറുക. കാരണം ഞാനൊരു 100,000 ക്യാൻസർ രോഗികളെ ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ക്യാൻസറിൻ്റെ ഒട്ടുമിക്ക വേദനകളൊക്കെ അറിയാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ എന്നോർത്ത് 3-ാമത്തെ ദിവസം ഇവരെ കൗൺസിലിങ്ങിനായിട്ട് ഞാനിങ്ങനെ വിളിച്ചിരുത്തിയ സമയത്ത് ഞാൻ ഇവരുടെ ചരിത്രം ചോദിച്ചു. 18-ാമത്തെ വയസ്സിൽ വിവാഹിതയായ ഒരു സ്ത്രീ 21 വയസ്സായപ്പോൾ അവൾ വിധവയായി തീർന്നു. ഒരു മകൻ, കെട്ടിയവൻ പാമ്പ് കടിച്ചു മരിച്ചു പോയതാണ്. ഇവരെ കണ്ടാലൊക്കെ നല്ല മിടുക്കത്തി ഒരു സ്ത്രീ. ഏതായാലും കൊള്ളാം, ഭർത്താവ് മരിച്ചതിന് ശേഷം ഇവൾ പലരുടെയും അടുക്കളയിൽ ജോലി ചെയ്ത ഈ മകനെ വളർത്തിയേ. പക്ഷേ
മകനെ വളർത്തിക്കൊണ്ട് കുറേ കഴിഞ്ഞപ്പോൾ നാട്ടുകാരും വീട്ടുകാരെല്ലാം കൂടി ഇവളെ വ്യഭിചാരിണി എന്ന് മുദ്രകുത്തി. പല മനുഷ്യർ ഇവളെ ഉപദ്രവിക്കാനായിട്ട് കടന്നു വന്നു. പക്ഷേ ഇവൾ ഒന്നിനും വഴങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു മോശം സ്വഭാവം ഇവൾക്കല്ല. പക്ഷേ ഇവളുടെ ജീവിതത്തിൽ ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പായി തീർന്നു. അപ്പോൾ കോംപ്ലീറ്റ് മനുഷ്യനോട് വെറുപ്പ്. പിന്നെ ഒരു പുരുഷനെ എഴുതി കാണിച്ചാൽ മതി, അന്നേരം അവൾ കാർക്കിച്ചു തുപ്പും. ആ തലത്തിനാണ് അവളുടെ വെറുപ്പ്. ദൈവത്തോട് പോലും അവൾ വെറുപ്പായിപ്പോയി. അപ്പോൾ ഞാൻ ഈ കൗൺസിലിംഗ് സമയത്ത് ഇവൾക്ക് വെറുപ്പും വിദ്വേഷവും ഉള്ളത് ആരോടൊക്കെയാണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് അറിഞ്ഞിട്ട് ശരിക്കും 200 പേർക്ക് മുകളിൽ അവരോടെല്ലാം കടുത്ത വിദ്വേഷമാണ്. ഞാനിങ്ങനെ ഇവരോടെല്ലാം ക്ഷമ ചോദിച്ച് ഇവളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അവസാനം ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ ഇവൾക്കൊരു റിലീഫ് കിട്ടി. ഇവിടെ വേദനകളൊക്കെ കുറേ വിട്ടുപോയി. അന്ന് വൈകിട്ട് ആരാധനയുടെ സമയത്ത് ഇവള് പിന്നെ സ്റ്റേജിൻ്റെ താഴെ വന്ന് ശരിക്കും അവിടെ ഈ കാലിഞ്ച് മിറ്റിലിട്ടിരിക്കുക. ആ മിറ്റിലിനകത്ത് വന്ന് മുട്ടുകുത്തിയിട്ട് അവൾ പറഞ്ഞു, പിതാവേ, എന്നോട് തെറ്റ് ചെയ്ത എന്നെ വ്യഭിചാരിണി എന്നൊക്കെ മുദ്രകുത്തിയ ഈ ലോകത്തോട് മുഴുവൻ ഞാൻ ഒരു ഉപാധിയും കൂടാതെ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ചങ്ക് പൊട്ടി കരയാൻ തുടങ്ങി. സംഭവിച്ച കാര്യം, ആ ആരാധന കഴിഞ്ഞ് ഇവൾ ഓടി എൻ്റെ ഇരിക്കുക വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഈ കാലയിലെ ക്യാൻസർ മുഴുവൻ മാറിക്കിട്ടി. ഞാൻ നോക്കിയപ്പോൾ മുഴയായിരുന്നിടത്ത് ഒരു പാടുപോലുമില്ല. അതിനുശേഷം അവൾ സ്റ്റേജിൽ കയറി മുട്ടുകുത്തി നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയി. അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. വിദ്വേഷത്തിൻ്റെ ആഴങ്ങളിൽ ഒരു മനുഷ്യൻ നടന്നാൽ അവനെ സുഖപ്പെടുത്താൻ യേശു ക്രിസ്തുവിന് പോലും സാധിക്കത്തില്ല. ഇതേപോലെ സംഭവം 8 വർഷമായിട്ട് തളർന്നു കിടന്ന ഒരമ്മച്ചി കഴിഞ്ഞ വർഷം ധ്യാനം കൂടാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അവരെ കൗൺസിൽ ചെയ്തതും കുമ്പസാരിപ്പിച്ചതും സത്യത്തിൽ ഇതേപോലെ തന്നെ 100,000 മനുഷ്യരോട് അവൾക്ക് വെറുപ്പ്. ഈ സംഭവം എല്ലാം അവൾ നല്ല കുമ്പസാരമൊക്കെ നടത്തി കൗൺസിലിംഗ് ഒക്കെ എടുത്ത് ബന്ധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ ബന്ധന പ്രാർത്ഥന കഴിഞ്ഞ് കുമ്പസാരവും കൂടെ കഴിഞ്ഞപ്പോൾ തലക്കഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൾ എഴുന്നേറ്റ് അതുവഴി നടന്നു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, വിദ്വേഷത്തിന് അടിമപ്പെട്ടവൻ ആരാ? പിശാച. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ആരോടെങ്കിലും ഒരു തരി വെറുപ്പുണ്ടെങ്കിൽ നമ്മളാരാ? പിശാച. ശരിക്കും സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റാത്തതിൻ്റെ പിന്നിലത്തെ കാരണം നമ്മുടെ ഉള്ളിലത്തെ വെറുപ്പാണ്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ട ഒരു കാര്യമാണ്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ധ്യാന കേന്ദ്രത്തിൽ കയറി വന്നു. എന്നോട് പറഞ്ഞു, അച്ഛാ, 4 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ട് മക്കളില്ല അച്ഛാ, ജോലിയൊന്നും സ്ഥിരമായിട്ട് കിട്ടുന്നില്ല അച്ഛാ, പ്രാർത്ഥിക്കണം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇവനോട് ചോദിച്ചു ഇവൻ്റെ അപ്പനോടുള്ള ബന്ധം എങ്ങനെയാന്ന്. ഞാൻ ചോദിച്ചു, നിൻ്റെ അച്ചായനുമായിട്ടുള്ള ബന്ധം? ഉടനെ പറഞ്ഞു, അച്ഛാ, എൻ്റെ അപ്പനോട് എനിക്ക് വെറുപ്പാ. ഞാൻ ചോദിച്ചു, എന്നെ പറ്റി? അച്ഛാ, കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ ഭാര്യയുടെ സ്ത്രീധന പൈസയിൽ 40,000 രൂപ എടുത്തുകൊണ്ട് പോയി ഷാപ്പിലെ പറ്റ് എൻ്റെ അപ്പൻ തീർത്തതാ. അന്ന് ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിപ്പോന്ന് അച്ഛാ. പിന്നീട് ഞാൻ വീട്ടിലോട്ട് ചെന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, സഹോദരാ, നിൻ്റെ അപ്പനോട് നീ ക്ഷമിക്കണം. അപ്പൻ അറിവ് കുറവാണെങ്കിലും എന്ത് ചെയ്യണം? അവനോട് സഹിഷ്ണുത കാട്ടണം, തിരിച്ചു ചെല്ലണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പൻ്റെ മുമ്പിൽ നീ പോയി മാപ്പ് ചോദിക്കുക, നിനക്ക് മക്കളെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, 20 ലക്ഷം രൂപ മക്കൾ ജനിക്കാൻ വേണ്ടി ഞാൻ മുടക്കിയതാച്ചാന്ന് പറഞ്ഞു. ഏതായാലും ഇവനൊരു തിരിച്ചറിവ് കിട്ടി. ഇവൻ സ്വന്തം അപ്പൻ്റെ അരികെ ചെന്ന് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിച്ചിട്ട് അവരുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. സംഭവിച്ച ഒരു കാര്യം എന്നറിയോ? 2 മാസം കഴിഞ്ഞപ്പം അവൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്ന്. ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് അവൻ 3 പിള്ളേരെയും കൊണ്ട് തൂത്തുട്ടി ധ്യാന കേന്ദ്രത്തിൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, ഞങ്ങളിന്ന് മസ്കറ്റിൽ ജോലി ചെയ്യുക അച്ഛാ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, 1 പകരം 3 കുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് നൽകി. അന്നാണ് എനിക്ക് മനസ്സിലായത്, പല തടസ്സങ്ങളുടെയും പിന്നിലത്തെ കാരണം എന്നാ? വെറുപ്പ. കണ്ടോ? ഇതുപോലെയാ ഒരു വ്യഭിചാരത്തിൽ എന്നും പൊക്കൊണ്ടിരുന്ന, എത്ര കുമ്പസാരിച്ചാലും വ്യഭിചാര പാപത്തിൽ പെട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ. ശരിക്കും എത്ര നല്ലൊരു കുമ്പസാരം എടുത്തിട്ട് ഇറങ്ങിയാലും പെസ കയറുന്നുണ്ട് ഏതെങ്കിലും ഒരുത്തൻ കയറി പിടിക്കും. അങ്ങനെ ജീവിതം മുഴുവൻ തകർന്നടിഞ്ഞ് ഒരു സ്ത്രീ കടന്നു വന്നു. സത്യത്തിൽ നമ്മൾ ഓർക്കണം, മ്ലേച്ഛ പാപത്തിനൊക്കെ നമ്മൾ അടിമപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്നാന്ന് നമ്മൾ കണ്ടെത്തണം. ശരിക്കും ഈ വ്യക്തി
പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടി കുറേ നേരം പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാഴ്ച കാണിച്ചു തന്നു. അതിതാണ്, ഒരു ബെറ്റിക്കോട്ടിട്ട് ഒരു കതകിനടുത്തൊരു പെൺകുട്ടി നിൽക്കുന്നു. ഞാൻ പയ്യെ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പെങ്കൊച്ച് ബെറ്റിക്കോട്ടിട്ട് കതകിനോട് ചേർന്ന് നിൽക്കുന്നു. ആരാന്ന് ചോദിച്ചു. ഷെയ്പ്പെല്ലാം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്നാ സംഭവം. ഉടനെ പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ 6-ാമത്തെ വയസ്സിൽ ഞാനിങ്ങനെ ബെറ്റിക്കോട്ടിട്ട് വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ പണിതുകൊണ്ടിരുന്ന ഒരു വല്യപ്പൻ എന്നെ കയറി ബലാത്സംഗം ചെയ്തു. 6 വയസ്സുള്ള പെങ്കൊച്ച്. എനിക്കതോടുകൂടി ഇയാളോട് ഭയങ്കര വെറുപ്പായി. അത് കഴിഞ്ഞ് പുരുഷവർഗത്തോട് മുഴുവൻ എനിക്ക് വെറുപ്പാ. ശരിക്കും ഓർക്കണം, 11-ാമത്തെ വയസ്സിൽ അവളുടെ കൂടെ പഠിച്ച ചെറുപ്പക്കാരൻ അവളെ ബലാത്സംഗം ചെയ്തു. പിന്നീട് അവളുടെ ജീവിതത്തിൽ 70ഓളം പുരുഷന്മാർ അവളെ ബലാത്സംഗം ചെയ്തു. കാരണം എന്നാ? ഈ വെറുപ്പ് കയറിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവളുടെ ദേഹത്ത് നിന്ന് വെറുപ്പിലൂടെ പൈശാചിക ശക്തി പുറപ്പെടാൻ തുടങ്ങി. സംഭവിച്ചത്, വഴിയെ പോകുന്നവനൊക്കെ അവളെ ചൊറിയാൻ തുടങ്ങി. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ വചനം. തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. തന്നിമിത്തം ഇസ്രായേലിന്റെ പരിശുദ്ധനെ അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതുപോലെയാ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഭാര്യയും ഭർത്താവും കൂടെ കയറി വന്നു. ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കുന്നില്ല. കാര്യം നല്ല കുടുംബം, വലിയ കോടികളുടെ സ്വത്തും സമ്പത്തും ഉണ്ട്, പക്ഷേ ഒന്നും മുന്നോട്ട് പോകുന്നില്ല. അപ്പം ഞാൻ ശരിക്കും ഈ ഭാര്യയും ഭർത്താവിനെയും കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചു, അബോർഷൻ അങ്ങനെ വല്ലതും നടത്തിയിട്ടുണ്ടോ? ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. ശരിക്കും ഒരു 6 ദിവസത്തിന് ശേഷം എനിക്കൊരു ഫോൺ, അച്ഛനെ എനിക്കൊന്ന് പേഴ്സണലായിട്ട് കാണണം. ആരാണെന്നോ എന്നാണെന്നോ അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ധ്യാന കേന്ദ്രത്തിലുണ്ട്, വരാം. ശരിക്കും ഒരു 10:15 സമയമായപ്പോൾ രാവിലെ ഞാൻ നോക്കുമ്പോൾ ഒരു സ്ത്രീ കയറി വരുന്നുണ്ട്. ഉടനെ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ല. ഉടനെ പറഞ്ഞു 6 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. എന്നോട് പറഞ്ഞു, അച്ഛാ അന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ചോദിച്ചു അബോർഷൻ വല്ലതും നടത്തിയിട്ടുണ്ടോ? ഉടനെ ഉണ്ടച്ചാ, എൻ്റെ വിവാഹത്തിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ 2 അബോർഷൻ നടന്നതാണ്. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു അതിൻ്റെ ഉത്തരവാദി എൻ്റെ സ്വന്തം അപ്പനാ. സ്വന്തം പിതാവ് ബലാത്സംഗം ചെയ്ത ഒരു പെണ്ണ്. അപ്പം അതിനുശേഷം അവൾ പറഞ്ഞു എനിക്ക് ഈ അപ്പനോട് ഭയങ്കര വെറുപ്പാ. അതിനുശേഷം പിന്നീട് ശരിക്കും ഞാൻ ഓർക്കുക, ഇവൾക്ക് പാപമോചനമൊക്കെ കൊടുത്ത് അവൾക്ക് ശരിക്കും നല്ല പ്രാർത്ഥനയൊക്കെ കൊടുത്ത് തിരിച്ചുപോയി. പിന്നീട് എനിക്കറിയാൻ സാധിച്ചു അതുങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ഇതുപോലെ തന്നെ ഞാൻ ഓർക്കുക, ഒരു 100 പേരെയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് അബോർഷൻ നടത്തിയിട്ട് പശ്ചാത്തപിക്കാതെ നടക്കുന്ന മനുഷ്യർ. ഓർക്കണം, കഴിഞ്ഞിടയ്ക്ക് ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇങ്ങനെ കുഞ്ഞുങ്ങൾ പറന്നു വരുന്നു, കാലിട്ട് ചവിട്ടി അരയ്ക്കുന്നു. ഇതാണ് കാണുന്ന ദർശനം. അപ്പം ഞാൻ ചോദിച്ചു, സഹോദരി കുഞ്ഞുങ്ങൾ? ഉടനെ എന്നോട് പറഞ്ഞു, അച്ഛാ 9 കുഞ്ഞുങ്ങളെ ഞാൻ അബോർഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെക്കാട്ടിൽ വരെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, അവൾക്കൊരു കുറ്റബോധമില്ല. എന്നിട്ട് അവൾ എന്നോട് പറയാ, സ്കാൻ ചെയ്തപ്പം അത് വാലുമാക്കർ പോലെ ഉണ്ടായിരുന്നുള്ള അച്ഛാ. ഓർക്കണം, ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവായാൽ അന്ന് തൊട്ട് ആ കുഞ്ഞു വാലുമാക്രിയല്ല, പിന്നെ ആരാ? ഒരു മകനും മകളുവാ. അങ്ങനെയാണ് ഓർക്കണം. ഈ ഭൂമിയിൽ രാവിലെ ക്ലാസ് എടുത്തപ്പോൾ അഭിമന്യ പിതാവ് പറഞ്ഞു, ഒരമ്മയുടെ ഉദരമെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ പറുദീസ ആണ്. അങ്ങനെയാണ് ഓർക്കണം, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരമ്മ തൻ്റെ ഉദരം കൊലക്കളവാക്കിയിട്ടുണ്ടെങ്കിൽ ആഴത്തി പശ്ചാത്തപിക്കണം, നല്ല കുമ്പസാരം എടുക്കണം. അതുകൊണ്ട് ശരിക്കും സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാനിനി ഒത്തിരി മേഖലകളിലേക്ക് കടക്കുന്നില്ല. ഇനി നാളെ കുമ്പസാരിക്കാൻ ഒരു വലിയ ലിസ്റ്റൊക്കെ തരും. അതുകൊണ്ട് ഓർക്കണം, വെറുപ്പുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, വൈരാഗ്യം ഉണ്ടെങ്കിൽ, കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ, വ്യഭിചാരം നടത്തിയിട്ടുണ്ടെങ്കിൽ, അവിഹിത കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ, ഇതെല്ലാം എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് TV, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടറൊക്കെ. അതിനെക്കാട്ടിലും അപകട സാധനമാണ് മൊബൈൽ ഫോൺ. ഇന്ന് ഞാൻ പറയും ഏറ്റവും കൂടുതൽ പ്രശ്നക്കാർ 30നും 50നും ഇടയ്ക്ക് പ്രായമുള്ള തൈക്കളവനും തൈക്കളവിയുമാണ്. 30നും 50നും വയസ്സാണ്, ബാക്കിയുള്ളതൊക്കെ പൊറുതിയുണ്ട്. എന്നാൽ ഇന്ന് ചെറിയ മിസ്കോളുകളുടെ പുറകെ പോയി
എത്ര കുടുംബജീവിതങ്ങളാണ് തകർന്നിട്ടുള്ളതെന്നറിയോ? കഴിഞ്ഞിടയ്ക്ക് ഒരു സ്ത്രീ വന്നു എന്നോട് പറഞ്ഞു, അച്ഛാ 31 ലക്ഷം രൂപ എൻ്റെ നഷ്ടപ്പെട്ടു, കിട്ടുമോ ഇല്ലയോ എന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് പറയണം. കണ്ടോ, ഞാനിവരുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ നടന്നു പോന്നു, എന്നെ ഒന്ന് ചോദിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു പേര് കിട്ടി. ഞാൻ ആ പേര് കാരണം ഒരു പയ്യൻ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നു പോകുന്നതായിട്ട് കാണുന്നു. ഉടനെ ഇവളുടെ കണ്ണിൽ ഞെട്ടി. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? ഉടനെ പറഞ്ഞു, അച്ഛാ എനിക്ക് 46 വയസ്സുണ്ട്, എൻ്റെ ഭർത്താവ് ഒരു റിഗിൽ ജോലി ചെയ്യുക. ഒരു ദിവസം ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പം ഒരു 7 മണിക്കൊരു മിസ് കോൾ വന്നു. ഞാൻ ആ കോള് അറ്റൻഡ് ചെയ്തു. അല്ല, ആ കോൾ എടുത്തില്ല. ഒരു 9 മണിയായപ്പോൾ എനിക്ക് തോന്നി എന്നാൽ തിരിച്ചൊന്ന് ഞെക്കിയേക്കാം. വിളിച്ചപ്പോഴാണ് അങ്ങേയറ്റം നല്ല മധുരമുള്ളൊരു സ്വരം. ഞാൻ കേട്ടു, സംസാരിച്ചു. ഒരു 10 ദിവസം സംസാരിച്ചു കഴിഞ്ഞപ്പം ഈ സാധനത്തിനെ ഒന്ന് കാണണമെന്ന് തോന്നി. നോക്കിയപ്പോഴാണ് 17 വയസ്സുള്ളൊരു പയ്യൻ. ഏതായാലും കൊള്ളാം, ഇവനോട് കൂട്ടായി. പിന്നീട് വന്നതല്ലേ, അന്നവിടെ കിടന്നോട്ടെ എന്നങ്ങ് വിചാരിച്ചു. ആ രാത്രിയിൽ എൻ്റെ കൂടെ കിടന്നിറങ്ങി. അതിനുശേഷം എൻ്റെ കെട്ടിയവനിൽ നിന്ന് കിട്ടാത്ത സുഖങ്ങളൊക്കെ ഈ പയ്യനിൽ നിന്ന് എനിക്ക് കിട്ടാൻ തുടങ്ങി. അത് പിന്നെ എനിക്കൊരു ലഹരിയായി മാറി. 9 ദിവസത്തിന് ശേഷം അവൻ പറഞ്ഞു, ഇച്ചിരി പൈസ വായ്പ തരുമോ? ഞാൻ കൊടുത്തു വച്ചാ. ശരിക്കും അവൻ എൻ്റെ നമ്പർ പിന്നീട് 11 പിള്ളേർക്ക് കൊടുത്തു. ഇതൊരു വലിയ സെക്സ് റാക്കറ്റിൻ്റെ കണ്ണിയായിരുന്നു. അതിനുശേഷം ശരിക്കും ആ സ്ത്രീ എന്നോടിത് ഓപ്പണായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞിട്ടാണ് ഞാനിത് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇന്ന് പ്രസംഗിക്കുന്നത് പോലും. കാരണം അവർ പറഞ്ഞു, എനിക്കുണ്ടായ ദുരനുഭവം ഈ ഭൂമിയിൽ ഇനി ആർക്കും ഉണ്ടാകരുത്. അവർ പറഞ്ഞൊരു കാര്യമാണ്. പിന്നീട് ശരിക്കും എന്താണെന്നറിയാവോ, ഈ 11 അവന്മാരോടെ കൂടി അടിച്ചുകൊണ്ട് പോയ പൈസ വലിയൊരു റാക്കറ്റാണ്. അവർ പിന്നീട് ഇവരെ എന്ത് ചെയ്തു, ബ്ലാക്ക് മെയിൽ ചെയ്ത് അടിച്ചുകൊണ്ട് പോയതായി പൈസ. ഇത് കിട്ടുമോ സഹോദരങ്ങളെ? കിട്ടുക. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഈ സങ്കീർത്തനം 98 യേശുദാസരുടെ പുസ്തകം 23:13 കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനെ കാട്ടിലും 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഏത് തെറ്റ് ചെയ്താലും അത് തമ്പുരാൻ്റെ മുമ്പിൽ എന്തു ചെയ്യും? വെളിപ്പെടും. ഈ മാരക പാപങ്ങളിൽ കുടുങ്ങിയിരുന്നാൽ ഒരിക്കലും നമ്മുടെ കുടുംബം എന്തു ചെയ്യല? അനുഗ്രഹിക്കപ്പെടുകയില്ല. എഴുന്നേറ്റ് നിൽക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരു നല്ല കുമ്പസാരമെടുക്കുവാൻ, അങ്ങയെ സ്വീകരിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. പ്രാർത്ഥിക്കേണ്ട സമയം. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കുണ്ട്. ഇന്ന് വിദ്യാർത്ഥികൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഈ ഭൂമിയിലെ ഓരോ യുവതി യുവാക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ ബലഹീനതകളെല്ലാം നാളെ ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഏറ്റുപറയാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. തമ്പുരാനെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുറവുകളെല്ലാം ഏറ്റുപറയാൻ, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം ഇതെല്ലാം ഉപേക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനമെടുക്കുക. സാത്താനെയും പിശാചിനെയും അവന്റെ ദൂതന്മാരെയും ആട്ടിപ്പായിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂസ്വർഗം പേറുന്നവളെയും നമ്മൾ ചുറ്റുപാടുകളെ ശ്രദ്ധിക്കുന്നില്ല. കണ്ണുകളടച്ച് കരങ്ങൾ കൊപ്പി പിടിച്ചോ യാചനാ രൂപത്തിൽ പിടിച്ചുകൊണ്ടോ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചുറ്റുപാടുകളിൽ കരയുന്നവർ കരയട്ടെ, വേദനിക്കുന്നവർ അവർ ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കട്ടെ. സ്വർഗം പേറുന്നോനെ മറിയാമുദരേ കൈകൊണ്ട് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇവരുടെ ഹൃദയങ്ങളെല്ലാം ഉരുകട്ടെ. വെളിവാക്കി സർവേശ്വരനുടെ പെറ്റമ്മേ കരുണ, ഈ മക്കൾ ഓരോരുത്തരും വിശുദ്ധരാകട്ടെ ദൈവമേ. താഴായുടെ മാതൃകയെ പ്രാർത്ഥിക്കണം. സാധിക്കുമെങ്കിൽ നമുക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാം. നിന്നേകസുതൻ സന്നിധി
സന്നിധിയിൽ അർപ്പിക്കണമേ അടിയാറേ. കൃപയും വാഴ്വും നൽകണമേ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇപ്പോൾ അഭിഷേക പ്രാർത്ഥന നടത്തുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവിൻ്റെയും പരിശുദ്ധനായ ബാബായുടെയും തോമസ് ലിഹായുടെയും ഒക്കെ മാധ്യസ്ഥം തേടി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ കഴിവിന്റെ പരമാവധി അവർ പരീക്ഷ പേപ്പർ പ്രസന്റ് ചെയ്തിട്ടുള്ളതിന് ദൈവം കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പാപം പോക്കി അവനെ വചനം നരനായി തീരാൻ തിരഞ്ഞെടുത്ത നിർമ്മല കന്യകയെ സ്വസ്തി. രണ്ടാം ഹൗവായേ സ്വസ്തി. കൃപനീതിയാമമേ സ്വസ്തി. തൃക്കൺ പാർക്കേണമേ അടിയാരേ. തവ സന്നിധിയിൽ കണ്ണീരോ ദർശന ചെയ്യും മക്കളെ നീ കൈവെടിയല്ലേ മാതാവേ. വിശുദ്ധ കന്യകയായ മർത്തമറിയം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകമാരിൽ കന്യകയായ വിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ കൃപ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേത സ്ഥലമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ സഭയുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനായ അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് ബാവായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പരിശുദ്ധന്മാരുടെയും രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കാം. ദൈവം പൗരോഹിത്യ കൃപയിലൂടെ കെട്ടുവാനും അഴിക്കുവാനും ബന്ധിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും നൽകിയിട്ടുള്ള അധികാരത്തിന്റെ ശക്തിയാൽ കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വാഹനങ്ങൾക്കും ഞങ്ങളുടെ ഭവനങ്ങൾക്കും ഞങ്ങൾക്കുള്ളതിന് ചുറ്റും മാലാഖമാരുടെ വലിയ ദൈവിക സംരക്ഷണം തേടിക്കൊണ്ട് തമ്പുരാനെ, ഈ ജനത്തിന്റെ മേലുള്ള ഇവരുടെ തലമുറകളുടെ മേലുള്ള എല്ലാ പൗരോഹിത്യ കെട്ടുകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ. പുറപ്പാട് 21:17 ഞങ്ങൾ ബന്ധിക്കുന്നു. ആവർത്തനം 18:14 ബന്ധിക്കുന്നു. ലേവിയ 19:31 ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലത്തിന്റെ കെട്ടുകളെ ബന്ധിച്ചഴിക്കുന്നു. വിദ്വേഷത്തിന്റെ കെട്ടുകൾ, വെറുപ്പിന്റെ കെട്ടുകൾ, വൈരാഗ്യത്തിന്റെ കെട്ടുകളെല്ലാം ബന്ധിച്ചാട്ടി പായിക്കുന്നു. യേശുവിന്റെ സ്നേഹം ഈ സമൂഹത്തിൽ നിറയട്ടെ. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന തടസ്സങ്ങളെ ബന്ധിച്ച് മോചിപ്പിക്കുന്നു. എല്ലാ രോഗക്കെട്ടുകളും അഴിയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കപടാരൂപികളെയും ബന്ധിച്ച് കെട്ടി നരകത്തിന്റെ ഇരുൾക്കുള്ളിലേക്ക് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 2:8-10 വചനത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഈ ജനം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ രക്തത്താൽ ഈ മക്കളെല്ലാവരും കഴുകപ്പെടട്ടെ. യേശുവേ, യേശുവേ
തിരുരക്തത്താൽ എന്നെ കഴുകണമേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദേവാലയം മുഴുവൻ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ധ്യാന ശുശ്രൂഷകൾ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന മക്കൾ, അത് ഏറ്റെടുത്ത് നടത്തുന്ന മക്കൾ, അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മോർ അബ്ദുൽ ജലീൽ ബാവയുടെ വലിയ മധ്യസ്ഥത്താൽ തളർവാദ രോഗികൾ യേശുനാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നല്ല കുംഭസ്ഥാനം എടുക്കാൻ വലിയ അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പാപക്കെട്ടുകൾ അഴിയട്ടെ, അഭിഹിത കെട്ടുകൾ യേശുനാമത്തിൽ ബന്ധിച്ച് മോചിപ്പിക്കുന്നു. ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമേ, ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. എന്റെ ദൈവമേ, ഈ മക്കളുടെ കണ്ണുനീർ ഏറ്റെടുക്കണമേ. ദൈവമേ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമേ, കർത്താവേ, ഞങ്ങൾ പുരോഹിതന്മാർ ഈ ജനത്തിനു വേണ്ടി അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നാളത്തെ ധ്യാന ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആയിരക്കണക്കിന് മക്കൾ കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിന് ഒരു 50 കിലോമീറ്റർ ചുറ്റളവുകൾ ദൈവജനത്തെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തന നാട്ടിൽ 8-10 പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാം അഭിഷേകം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.